Hello, good evening, everyone. So this is going to be our first class. Yeah, thank you. Right. So this is going to be a first class, and what we're going to do here is we're going to give you a small snippet on how the classes will go or how the subjects will be covered by faculty. Okay, ഇത് ആരുടെയെങ്കിലും ഫസ്റ്റ് ടൈം ആണോ ഏതെങ്കിലും ക്ലാസ് ഇരിക്കുന്നത് അതോ ലൈക്ക് നിങ്ങൾ വേറെ എവിടെ ക്ലാസ് ഇരുന്നിട്ടുണ്ടോ? ഇരുന്നാലും ഇരുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങളിൽ എത്ര പേര് ആക്ച്വലി ഈ വർഷം പ്രിലിംസ് എഴുതി? എനിവൺ? ഇറ്റ്സ് ആൻഡ് ഡോണ്ട് വറി ബിക്കോസ് വി ആർ നോട്ട് ഹിയർ ടു ജഡ്ജ് എനിവൺ. ഓക്കെ, ബിക്കോസ് വി ഓൾ നോ എല്ലാവർക്കും പല പല സമയമുണ്ട്, പല പല പാറ്റേൺസ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റൂല. പക്ഷേ ഐ എം ജസ്റ്റ് ലൈക്ക് ഇവിടെ പ്രിലിംസ് എഴുതിയ എത്ര പേരുണ്ട് ഇപ്പം ഈ വർഷം എഴുതിയത്, 2023 എക്സാം എഴുതിയത്? എനിവൺ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രിലിംസ്? കുറച്ച് നാളുകളായി കണ്ടതിൽ വന്നത് ടഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ I know it actually was tough. We were going through the questions. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് പഠിച്ചാൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ there were some questions which could have actually confused us a lot. Okay, അപ്പം അവിടെയാണ്, and I will start sharing my screen from now so that I can just. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പൊ മാത്രമല്ല, പണ്ടുള്ള UPSCയുടെ ഒരു പ്രോഗ്രാമാണ്. UPSC എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എന്ത് പഠിക്കുന്നു എന്ന് അവർക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ ഏത് ബുക്കുകൾ റെഫർ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ എക്സാമിനേഷൻസ് നിങ്ങൾ എഴുതാറുണ്ട്, നിങ്ങളുടെ നോളജ് ലെവൽ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് UPSC കുറച്ച് വർഷങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ദ പ്രോബ്ലം ഇസ് they are expecting you to be adaptable. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, എപ്പോഴും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, അത് കണ്ട് പാറ്റേൺസ് പഠിക്കുക. ആ പാറ്റേൺ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പല സമയത്തും കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നം UPSCക്ക് അതും അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ പാറ്റേൺ മാറ്റി കളിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സമയങ്ങളിലും എല്ലാ ആൾക്കാർക്ക് ഇത് എക്സാമിനേഷൻ ടഫ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും കറങ്ങിത്തിരിഞ്ഞ് ഏത് ആംഗിളിലോ അല്ലെങ്കിൽ ഒരേ സെന്റൻസ് തന്നെ തിരിച്ചു മറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ള കഴിവ് വേണം. ഓക്കെ, അതേപോലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണണം. ഈ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണണം എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഇന്നിപ്പം നിങ്ങളിപ്പോൾ സബ്ജക്ട് പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇന്ത്യ ചൈന ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ എത്ര ലെക്ചർ ഉണ്ടോ അത്രയും നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് we'll also give you a couple of MCQs. Okay, and this is a pattern that we are going to follow for all our courses. നമ്മുടെ ക്ലാസ്സസ് കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്ന മുന്നേ we will give you a couple of MCQs from the same questions from the same topic we actually took. പക്ഷെ അവിടെയും അത് പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും ടോപ്പിക്കിൽ മാക്സിമം നമ്പർ ഓഫ് MCQs അറ്റൻഡ് ചെയ്യുന്നതോറും ആ ടോപ്പിക്കിൽ നമുക്ക് പല രീതിയിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ പതുക്കെ നമ്മൾ ടോപ്പിക്സ് കുറെ പഠിച്ചു വരുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ the other thing which I would always recommend to all of our students is you always have to revise. ഒരു കാര്യം നമ്മൾ എത്ര തവണ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം എന്താവുന്നു, അത് നമുക്ക് സ്ട്രോങ് ആകും. ഇപ്പൊ നമ്മൾ പറയാറില്ല ചില സബ്ജക്ട്സ് നമുക്ക് വീക്ക് ആണ്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ വീട്ടുകാരത്ത് പറയും അയ്യോ എനിക്ക് ഫിസിക്സ് വീക്ക് ആണ് അല്ലെങ്കിൽ എനിക്ക് കെമിസ്ട്രി വീക്ക് ആണെന്ന് പറയാറുണ്ട്. മിക്ക സമയങ്ങൾ എന്താണ്,
പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയുടെയോ അല്ലെങ്കിൽ നമുക്ക് ജനറലി ഇല്ലാതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയായിരിക്കും നമ്മൾ ആ ഒരു സബ്ജക്ട് വീക്ക് ആവാൻ കാരണം. പക്ഷെ അതേ സെയിം സമയത്ത് ആ സബ്ജക്ട് വീക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ എഫേർട്ട് ഇട്ട് ഒരിക്കൽ പഠിച്ച് ഒരു 2, 3, 4 തവണ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നോക്കുക, ദാറ്റ് സബ്ജക്ട് ഇസ് ഗോയിങ് ടു ബി വെരി ഈസി. Trust me, we have actually seen this happen. And the problem with UPC, like we always said, they always want you to be adaptable. They will keep putting you in various situations, and they are going to expect only the best to actually crack this examination. Now, if you want to be one of those people, you will have to do these two things. ബാക്കിയല്ല, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ കമ്പൈൻ ചെയ്ത് നടത്തുന്നതും ഇതെല്ലാം അല്ലെ, ബാക്കിയെല്ലാം എന്ത് വരും? They are all just add-ons. Okay, so please remember, and that your foundation and your revision are going to play the most important role in your UPSC preparation. Okay, അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ഇത് ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഇവിടെ വെൻ യു ഹാവ് ക്ലാസ്സസ് യു വിൽ ഓൾസോ സീ ദാറ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു ട്രൈ ടു ഗോ ആസ് ഡീപ്പ് ആസ് പോസിബിൾ. പക്ഷെ ആ ഡീപ്പ് പോകുന്ന മുന്നേ നമ്മൾ എന്താണ്, അവർ ഫോക്കസ് വുഡ് ഓൾവേസ് ബി ഓൺ ദി ഫൗണ്ടേഷൻസ്. ഓക്കെ, ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ എന്ത് പറ്റും? നമ്മൾ എത്ര ഡീപ്പ് പോയാലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എത്ര ഡീപ്പ് പോയാലും you guys can actually do a really good job at it. Okay, second, our focus is always on the syllabus, because നിങ്ങൾ ഇന്നും ഇന്നലെ അല്ല, നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതാണ്. നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എപ്പോഴും സിലബസ് ആണ് ഏതൊരു എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ സിലബസ് ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എല്ലാ ക്ലാസ്സിലും പോകുന്നത്. ഇനി ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ UPSC ആൾക്കാരെ അഡാപ്റ്റബിൾ ആകണം എന്ന് പറയുമ്പോഴും one thing that we are sure is that സിലബസ് വിട്ടും അല്ലെ സിലബസ് പുറത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരും. അവിടെയാണ് നമ്മൾ അടുത്തത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. Because this is something we have seen that UPSC always tries. നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എത്തി, മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂ പോകും. ഈ 3 സ്റ്റേജിലും നിങ്ങൾ നോട്ടീസ് ചെയ്യുമായിരിക്കും, you will see that there are questions which are completely unexpected. ഇത് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നോ എത്ര എഴുതണമെന്നോ ഇത് വെച്ച് UPSC എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണും. ഇവിടെയാണ് നിങ്ങളുടെ ഡിഫറൻസ് ഉണ്ടാവുന്നത്. ഒരു സാധാ UPSC ആസ്പിറന്റും അല്ലെങ്കിൽ UPSC പഠിച്ച് UPSC ക്ലിയർ ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുന്നത് ഇവിടെയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ കഴിവുണ്ടാകുമ്പോൾ ട്രസ്റ്റ് മീ, they have a huge chance of clearing the examination. Okay, so please remember, ഇത് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആൻഡ് അവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പതുക്കെ we will also have mentorship starting here, so that once you join we can also guide you with the rest of the things. Okay, ഇതുവരെ ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ we will move on to today's topic. Anyway, so what we'll do is, now we are going into a topic. So first of all, we have to start with something called international relations. Okay, and my name is Ebin Yusuf Sal, so you might have seen the ad and all, but anyway, that's not too important here. Now, international relations എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാ വരിക? Anyone?
എന്തൊക്കെ വരും? ഞാൻ IR പഠിച്ചു, ഞാൻ IR പുലിയാണ് എന്ന് ആൾക്കാർ പറയുമല്ലോ. ഒന്നും പേടിക്കണ്ട. അവിടെയാണ് എപ്പോഴും UPSC എന്തുകൊണ്ട് വരുന്നത്? UPSC is always coming out with its own syllabus. Okay? And in IR, and you should remember, UPSC നമ്മൾ പറഞ്ഞ 3 സ്റ്റേജ് ഏതാ? പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഇല്ലേ? നമ്മളിപ്പോ നോക്കാൻ പോകുന്ന മെയിൻസിന്റെ സിലബസ് ആണ്. Okay? And main syllabus what do you see? You can see that GS2 അല്ലെങ്കിൽ GS2 എന്ന് പറഞ്ഞ പേപ്പറിൽ 3 സെക്ഷൻസ് ഉണ്ട്. ആൻഡ് ഈ 3 സെക്ഷൻസിനാണ് ജനറലി നമ്മളെല്ലാവരും ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞ് പറയാറ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് യു ഹാവ് ഇന്റർനാഷണൽ റിലേഷൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ബൈലാറ്ററൽ. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ 2 കൺട്രീസ് തമ്മിലുള്ള റിലേഷൻസ്. റീജിയണൽ, ഒരു റീജിയൻ മൊത്തം തമ്മിലുള്ള റിലേഷൻ എന്ത്? ഫോർ എക്സാമ്പിൾ ഏഷ്യ എന്ന് പറഞ്ഞ കോണ്ടിനെന്റ് അകത്ത് ഉള്ള കൺട്രീസ് തമ്മിലുള്ള റിലേഷൻസ് എന്താണ്? അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അല്ലെങ്കിൽ ഒപെക് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അപ്പൊ ഇങ്ങനെ പല 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 ഗ്രൂപ്പിംഗ്സ് വരും. അതാണ് അടുത്ത ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ്. Then you have agreements involving India and or affecting India's interest. ഇവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എന്ത് പഠിച്ചാലും പ്ലീസ് റിമെമ്പർ യുവർ എക്സാമിനേഷൻ ഇസ് ഫോർ UPSC അല്ലെ, ഇന്ത്യയുടെ UPSCക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു ഇന്ത്യ ആംഗിൾ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകളോ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ചെയ്യുന്ന എന്തൊക്കെയാണ്? ബൈലാറ്ററൽ ഗ്രൂപ്പിംഗ്സ് ഏതൊക്കെയാണ്? റീജിയണൽ ഗ്രൂപ്പിംഗ്സ് ഏതൊക്കെയാണ്? ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ഏതൊക്കെയാണ്? അതേപോലെ ഇന്ത്യ ഉൾപ്പെടുന്ന എഗ്രിമെന്റ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ പ്ലീസ് നമ്മൾ വെറുതെ പത്രം വായിക്കുമ്പോൾ ടർക്കിയും ഗ്രീസും തമ്മിൽ ഇപ്പോഴും അടി തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ട് വലിയ ഇത് ഇൻഫർമേഷൻ നല്ലതാണ്, പക്ഷെ എന്താ നമ്മുടെ എക്സാമിനേഷൻ യൂസ്ഫുൾ ആണോ? അല്ല, അല്ലേ? പക്ഷെ അതേ സെയിം സമയത്ത് ടർക്കി ഇന്ത്യ റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണോ? വെരി ഇമ്പോർട്ടൻ്റ്. കാരണങ്ങൾ we'll see that during our classes. Okay, so we can see that we have international relation എന്ന് പറയുന്ന ടോപ്പിക് ഒരു ഹെഡിങ് ഉണ്ട്. അടുത്ത ഹെഡിങ് ആണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കും IR എന്ന് പറയുമ്പോൾ ഇവിടെ തീർന്നു എന്ന്, പക്ഷെ അല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? നമ്മൾ പഠിച്ചതിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവർ പറയുന്ന വേറെ ഹെഡിങ് ആണ് ഇന്ത്യയുടെ നെയ്ബർഹുഡ്. ദാറ്റ് ഈസ് ഇന്ത്യയുടെ അടുത്ത് ആരൊക്കെയുണ്ട്, ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്, ആ നെയ്ബേഴ്സും തമ്മിലുള്ള ഇന്ത്യയുടെ റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരും? റിലേഷൻസ് എങ്ങനെയുണ്ട്? അപ്പൊ സപ്പോസ് നമ്മൾ പറയും ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരം വേണം, ഇല്ലേ? ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറെ ഉണ്ട്. നല്ലൊരു എക്സാമ്പിൾ ആണ് സാർക്ക്. ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? ബിംസ്റ്റെക്, പിന്നെ പല 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 പേരുകളും വരും. എല്ലാം നമ്മൾ വഴിയെ കാണും. ഒരു പേടിയും വേണ്ട. ഇത് കാണിക്കാനും ഇത് പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. Okay, so don't worry about those things, right? Then you have agencies, you have their structure and their mandate. And this is a question which most people ask us because they realize that when they say structure and mandate, this is something that most aspirants do not focus on at all. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മൾ വെറുതെ പഠിക്കുന്ന IR, നമ്മൾ ന്യൂസ് വായിക്കുന്ന IR-ലൊന്നും ഈ സ്ട്രക്ചർ മാറ്റി നമ്മൾ അതിനെപ്പറ്റി പറയാറില്ല. അതിന് പുറമെ UPSC ചോദിച്ച പല ക്വസ്റ്റ്യൻസിലും ഇതുവരെ സ്ട്രക്ചർ മാൻഡേറ്റ്സും അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു UPSC അഡാപ്റ്റബിൾ ആണ്. UPSC നമ്മൾ പഠിക്കുന്ന എല്ലാം കണ്ടു പഠിക്കുന്നതുകൊണ്ട് തന്നെ നാളെ ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
എപ്പോഴും ഓർക്കുക, നമ്മൾ ഇന്ത്യ റിലേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ ഏതെങ്കിലും ബോഡി പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പ്ലീസ് റിമെമ്പർ, ഓൾവേസ് റിമെമ്പർ ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് മാൻഡേറ്റ്. ഏതൊക്കെ കൺട്രീസ് ആണ് മെമ്പേഴ്സ് ആണ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് വെച്ച് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ, ഇന്ത്യക്ക് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ ഗുണം ഉണ്ടാക്കാൻ പറ്റും. Okay, and that brings us to the third point in GS2, which is effective policies and politics of developed and developing countries on India's interest. ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ്. നമ്മൾ വെറുതെ ഏതെങ്കിലും 2-3 കൺട്രികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, പക്ഷെ ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിക്ക് എന്താണ് ഉപയോഗം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് പഠിക്കുന്നതാണ് നമ്മുടെ IR എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്. Okay, the next most important thing which most people often don't see is this question called the Indian diaspora. ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് പോയി ഇന്ത്യക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, തിരിച്ച് ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്താ ഇന്ത്യൻ ഡയസ്പോറ. ഈ ഒരു ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുമ്പോൾ അതിൽ വലിയ സെക്ഷൻ പോപ്പുലേഷൻ വരും ഇല്ലേ? ആൻഡ് യു ബി സർപ്രൈസ് ബിക്കോസ് ഇപ്പം നിങ്ങൾ US-ലോ UK-ലോ എവിടെയെങ്കിലും പോയി നോക്കിയാലും നിങ്ങൾ യു ഓൺലി സി ഇന്ത്യൻസ് എവരിവെയർ നോ, ബിക്കോസ് ദേ ആർ എവരിവെയർ. ഓക്കെ, പക്ഷെ ആ ഡയസ്പോറ കൊണ്ട്, അല്ലെങ്കിൽ ആ ഡയസ്പോറ കാരണം ഇന്ത്യക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം നമ്മളോട് പഠിക്കാൻ. Okay, and that is very important because UPSC has actually asked us questions based on the Indian diaspora thing. Okay, right? And ഇതിന് പുറമെ what I would also recommend is that when you study UPSC, we are not studying just for mains. Alle, we are also studying for the prelims and for the interview. Now, when you study for UPSC in total, what we recommend is we do a very holistic package. That is, ഏതെങ്കിലും ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിന്റെ എല്ലാ ആംഗിളും നമ്മൾ കവർ ചെയ്യണം. നമ്മൾ പ്രിലിംസ് ആംഗിളും കവർ ചെയ്യണം, മെയിൻസ് ആംഗിളും കവർ ചെയ്യണം, ഇന്റർവ്യൂ ആംഗിളും കവർ ചെയ്യണം. IR അല്ലെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം. ഒന്ന്, പ്രിലിംസ് നമുക്ക് എന്ത് കിട്ടും? എല്ലാ വർഷവും we have at least 2 or 3 map based questions. നമ്മൾ അങ്ങോട്ട് വരും തോറും we will show you examples. 2 or 3 map based questions. അതിന് പുറമെ 1-2 റീജിയണൽ ഗ്രൂപ്പിംഗ്സ്, അല്ലെങ്കിൽ റീജിയണൽ അല്ല ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗ്സ്, അവരുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് തമ്മിലും അതും വരും എന്താ പ്രിലിംസിൽ. ഓക്കെ, സോ ഒരു ബെയർ മിനിമം 4 to 5 questions എന്ത് വരും? നമ്മൾ IR പ്രോപ്പറായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ what I would recommend, and this I would not just recommend only for IR but for all other subjects also, and when you start learning, always keep a couple of books in hand. The first one, which I always keep telling our students, is the atlas. നമ്മൾ പണ്ട് ജോഗ്രഫി ക്ലാസ്സിൽ കണ്ട് മറന്ന അറ്റ്ലസ് അത് തന്നെയാണ്. എന്താ? ഹാവ് എ പ്രോപ്പർ വെൽ read അല്ലെങ്കിൽ വെൽ ഡിസ്ക്രൈബ് അറ്റ്ലസ്. ഞാൻ വെൽ ഡിസ്ക്രൈബ് പറയാൻ കാരണം, the one thing that we would recommend to our students is the Oriental Black Swan Atlas. Okay, എല്ലാവരും വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ജനറൽ ട്രെൻഡ് ആണ് പീപ്പിൾ ഓൾസോ ബൈ ഓക്സ്ഫോർഡ് അറ്റ്ലസ്. എല്ലാ അറ്റ്ലസിനും ഇൻഫർമേഷൻ സെയിം തന്നെയാണ്, പക്ഷെ പ്രശ്നം when we start learning, and you will see this, ഓക്സ്ഫോർഡ് അറ്റ്ലസിനകത്ത് കുറെ ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ, ദ റിക്വയർഡ് ഇൻഫർമേഷൻ നമുക്ക് എടുക്കാൻ എന്താണ് പാടാണ്. അറ്റ് സെയിം സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മിക്കതും യു ക്യാൻ സീ ഇൻ ദി ഓറിയന്റൽ ബ്ലാക്ക് സ്വാൻ അറ്റ്ലസ്, വിച്ച് ഇസ് വൈ ഐ വുഡ് റെക്കമെൻഡ്
you guys not to buy the Oxford Atlas, but go with the Oriental Blacksmith Atlas. നമ്മൾ പറയുന്ന ലൊക്കേഷൻസും നമ്മൾ പറയുന്ന റീജൻസും ഇതെല്ലാം കൂടുതലും നമുക്ക് ഓറിയന്റൽ ബ്ലാക്ക്സ്വാൻ അറ്റ്ലസിൽ വൃത്തിക്ക് കാണാൻ പറ്റും. സോ ഇഫ് യു ഹാവ് an atlas, please keep it with you. If you don't have an atlas yet, please go and buy it, because trust me, this is going to be one of the most important tools for your civil services preparation. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്ന മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. ഈ റിവിഷൻ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആകുന്നു അത്രത്തോളം നമുക്ക് മാർക്ക് വീഴും. അപ്പം ഈ റിവിഷന് വേണ്ടിയും ഒരു നല്ലൊരു ടൂൾ തന്നെയാണ് ഏതാ, നമ്മുടെ അറ്റ്ലസ്. ഓക്കെ, പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നൗ that is the first thing. The second thing I would recommend is always keep your own notes ready. ഇത് പറയാൻ കാരണം, ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ you would have seen that there is something called information overload. എന്തായത്, ഒരു ടോപ്പിക്, ലെറ്റ്സ് സേ മണിപ്പൂരിലെ ക്ലാഷസ്, അല്ലെ നമ്മൾ IR പറയാണല്ലോ, നമുക്ക് പറയാം China's aggression on India. ഒരു ടോപ്പിക്. ഈ ടോപ്പിക്കിനെ പറ്റി തന്നെ നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഹൺഡ്രഡ്സ് ഓഫ് റിപ്പോർട്ട്സ്, യു വിൽ സീ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ്. ഹൗ ഡു യു നോ വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു യു? സോ നമ്മൾ എപ്പം എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ തന്നെ ചെറിയൊരു നോട്ട് ഉണ്ടാക്കി വെക്കാം. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി ടു ഡീറ്റെയിൽഡ്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫുൾ കുരുകുറായി എഴുതി നമ്മൾ എന്താ, നമ്മൾ വി ആർ നോട്ട് ട്രൈങ് ടു ബി PhD സ്കോളേഴ്സ് ആണോ? അല്ല. നമുക്കിവിടെ എന്താ വേണ്ടത്? യു ഹാവ് ടു ബി എ സിവിൽ സർവൻറ്റ്. And to be a civil servant, you should have knowledge about everything, but you don't have to be so deep. You don't have to have so much information about all of these things. അറിയാവുന്ന കാര്യം പ്രോപ്പർ ആയിട്ട് നല്ലതുപോലെ അറിയാൻ പഠിക്കും, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി തന്നെ നമ്മുടെ സ്വന്തം നോട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഓൺലൈൻ നമ്മുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ മറ്റേ ബുക്കിന്റെ ഒരു മാഗസീന്റെ ഒരു വെബ്സൈറ്റ് കണ്ടു അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ നോട്ട്സ് കീപ്പ് ചെയ്യാനാണ് നല്ലത്. ഓക്കെ, ആ നോട്ട്സിൽ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ ഏത് സ്ട്രാറ്റജിയാണോ യൂസ്ഫുൾ അത് യൂസ് ചെയ്യാം. ചിലർക്ക് കണ്ടുപഠിക്കുന്നതായിരിക്കാം, they would have to see the information again and again for them to remember. ചിലർക്ക് വായിച്ച് പഠിക്കുന്നതായിരിക്കാം, അല്ലേ? അപ്പം നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെയാണോ ആ സ്ട്രാറ്റജി പോലെ നിങ്ങൾ ഡിവൈസ് ചെയ്തിട്ട് നോട്ട്സ് കീപ്പ് ചെയ്യാൻ റെഡി ആവാം. I have had people who would always keep voice notes. വോയിസ് നോട്ട്സ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, അവർക്ക് വെറുതെ വായിക്കുന്നതിനേക്കാളും വോയിസ് നോട്ട് കേൾക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. സോ അവർ എന്തെങ്കിലും ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ അതിന് ഒരു ചെറിയൊരു വോയിസ് നോട്ട് ആക്കി വെച്ചിട്ട് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന മുന്നോ ജസ്റ്റ് വോയിസ് നോട്ട് കേൾക്കും, റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോട്ട്സ് കീപ്പ് ചെയ്യാൻ പഠിക്കും. ഒരു പ്രോപ്പർ അറ്റ്ലസും അതേപോലെ പ്രോപ്പർ നോട്ട്സും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ generally a huge part of your preparation is already done. Okay, so please remember, if you don't have an atlas, please buy an atlas. And if you haven't started the habit of writing notes on topics, please do them as soon as possible. And one thing what we can do when we do our mentorship program is that if you need help, we can actually help you design your own way of making your own notes. Okay, yeah. So നമ്മൾ പ്രിലിംസിൽ IR കോൺട്രിബ്യൂഷൻ കണ്ടു. അടുത്തെന്താ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് GS2. GS2 കാണേണ്ടത് എന്താണ്, എല്ലാ വർഷവും എവറി ഇയർ 50 തൊട്ട് 100 മാർക്ക് വരെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഒറ്റ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതേ സെയിം കാര്യം യു ക്യാൻ ഓൾസോ സീ ഇൻ GS4 ആൻഡ് SA. GS4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കേട്ടാണില്ല, പക്ഷെ നമ്മൾ ക്ലാസ്സിൽ എടുക്കും. ഇറ്റ് ഇസ് ആക്ച്വലി എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എത്തിക്സിലും SAയിലും നമുക്ക് ഇത് IR പഠിക്കുന്ന പല കേസ് സ്റ്റഡീസും അതേപോലെ എക്സാമ്പിൾസും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫൈനലി ഇന്റർവ്യൂ. ആൻഡ് ഇന്റർവ്യൂവിൽ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, നിങ്ങൾ നാളെ പറയുന്നു എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഒരു IFS ഓഫീസർ ആകണം,
ഫോറിൻ സർവീസിൽ കയറണം, ഫോറിൻ സർവീസിൽ പോകണം എന്നും പറഞ്ഞ് നിങ്ങൾ ഡാഫ് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഡാഫ് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇറ്റ്സ് കോൾഡ് ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം. UPSC ഇന്റർവ്യൂവിന് പോകുന്ന മുന്നേ അവർ നമ്മൾ നിന്ന് വായിക്കുന്ന ഡോക്യുമെന്റ് ആണ് ഡാഫ്. അതിൽ നമ്മുടെ ഹോബീസ് പറയും, ഇൻട്രസ്റ്റുകൾ പറയും, നമ്മുടെ പേരൻസിനെ പറ്റി. അപ്പം ഇറ്റ്സ് എ ഹ്യൂജ് ഫയൽ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വിച്ച് UPSC വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്, ഈ ഡാഫ്. അപ്പൊ ഡാഫിൽ നമ്മൾ എന്ത് ചെയ്യും? യൂഷ്വലി ദേ ഓൾസോ ആസ്ക് യു ഫോർ യുവർ സർവീസസ്. ഏത് സർവീസാണ് നമുക്ക് താല്പര്യം, ആ സർവീസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും. അപ്പം അതിൽ IFS ആണ് ഫസ്റ്റ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ definitely there will be a lot of questions based on IR for you. Okay, you can just ask around. നിങ്ങൾ നേരത്തെ പോയ ഫ്രണ്ട്സിനോടോ അല്ലെ ഇനി അടുത്ത ചോദിച്ചു നോക്കൂ. IFS എന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ they are definitely going to ask you questions on IR. Okay, സാർ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മള് IPS ഒക്കെ വെക്കുവാണെങ്കിൽ അപ്പൊ ഈ ഒരു IR റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ലേ? ഇല്ല, ഉണ്ടാവില്ല എന്നല്ലടോ. ഇപ്പം സപ്പോസ് ഞാൻ പറഞ്ഞു, ഇപ്പം കറണ്ട് അഫയേഴ്സ് ആയിട്ട് വലിയൊരു ഇവന്റ് നടന്നു വിചാരിക്കും. അപ്പൊ നിങ്ങളിപ്പം പോകുന്ന മുന്നേ സപ്പോസ് നിങ്ങൾ പറയും ഓക്കെ ദർ വാസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി, ഇപ്പം ലെറ്റ്സ് സേ ഒരു ന്യൂക്ലിയർ ഡിസാർമമെന്റ് ട്രീറ്റി നടന്നു വിചാരിക്കും. ഓക്കെ, അത് വലിയ ന്യൂസ് ആകുമ്പോൾ അത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ചോദിക്കും, അത്രേ ഉള്ളൂ. They would not want you to be an expert in that, or they would not want you to be well versed in all of this. പക്ഷേ നിങ്ങൾ ഫോറിൻ സർവീസ് ആണ് പ്രയോറിറ്റി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു വലിയ ശതമാനം ക്വസ്റ്റ്യൻസ് എന്തായിരിക്കാം? IR ആയിരിക്കാം, അത്രേ ഉള്ളൂ. അതല്ല സാർ, ഇപ്പം മറ്റേ ഈ മണിപ്പൂർ ഇഷ്യൂല് മ്യാൻമാറുമായിട്ട് കണക്ട് ചെയ്തൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അത് രണ്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇപ്പം IR വരുന്നുണ്ട്, ഇന്ത്യ ആയിട്ട് വരാം. അതെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ബേസിക്കലി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ചോദിക്കാതിരിക്കാൻ UPSCക്ക് ചാൻസ് ഇല്ല. കാരണം UPSC ഹോട്ട് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സ് അവർ എന്തായാലും ചോദിക്കും. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ ജനറലി ഇപ്പം ഒരു ബന്ധവും കുന്തവും ഇല്ലാതെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂസ് ഇല്ലെങ്കിലും പീപ്പിൾ ഈ IFS കൊടുത്ത ആൾക്കാരോട് ചോദിച്ചു, ഒപ്പക്കിന് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അവരുടെ മെയിൻ പർപ്പസ് എന്താണ്, അജണ്ട എന്താണ്, ഇതൊക്കെ ചോദിച്ചു. ഒപ്പക്കിന് ബേസിൽ ഒരു ന്യൂസ് വന്നിട്ടില്ല, പക്ഷെ ചോദിച്ചു. പക്ഷെ ന്യൂസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചോദിക്കാൻ ചാൻസ് ഹയർ ആണ്. അപ്പൊ ഇന്ന് മണിപ്പൂരിൽ ഇത്ര പ്രശ്നം നടക്കുന്ന സ്ഥിതിക്ക് സപ്പോസ് ടുമോറോ there is a problem, suppose tomorrow at least you reach the interview, there is a very high chance for them to ask you questions based on this, and നിങ്ങൾ പറയുന്ന ആൻസർ കണക്കിന് ചിലപ്പോൾ they will also ask you about India-Myanmar relations also. ചോദിക്കാം, നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. മനസ്സിലായി സർ. Okay. Yeah. Right. So please remember, this is how international relations is going to help you for your UPSC preparation. Okay. വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? ടൈപ്പ് ചെയ്യാതെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണില്ല. I'm not on the Zoom screen right now. Okay. Right. Anyway. Now, sources എന്ന് പറഞ്ഞു വരുമ്പോൾ എപ്പോഴും ഓർക്കാം, ഇത് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താ, നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ട്. പല സ്ഥലത്തും 100 ആൾക്കാർ, അതിലെന്താ ചിലപ്പോൾ നമ്മുടെ മാമന്മാരും നമ്മുടെ കസിൻസും എല്ലാവരും കാണും. ഒന്നിനെയും വിശ്വസിക്കരുത്. ആസ് ഫ്യൂച്ചർ സിവിൽ സർവൻസ്, one thing that you have to remember is always look at the sources. Okay, the most important source for you is always the government websites, and അവിടെയാണ് എപ്പോഴും ഓർക്കുക MEA നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റും അതുപോലെ PIBയും ഫോളോ ചെയ്യാൻ പഠിക്കാം. നമ്മൾ ഇത്ര നാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തുടങ്ങുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. കാരണം അവിടെയും എന്താ, പല സമയത്തും പുതിയ ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതിനെ ട്രാക്ക് ചെയ്യാൻ ഇച്ചിരി പാട് തന്നെയാണ്. പക്ഷെ അത് we will also try to help you with our current affairs modules. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലും നല്ലതാണ്. ഓക്കെ, പ്ലീസ് റിമെമ്പർ always look at your sources. And അവിടെ
അടുത്ത എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത് ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പേഴ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% സത്യമാവണം എന്നില്ല. ന്യൂസ് പേപ്പേഴ്സോ ന്യൂസ് ചാനൽസോ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല. കാരണം എന്താ, അവരും എല്ലാവരും ഇന്ന് പറയുന്ന പോലെ ദേ ഹാവ് ദെയർ ഓൺ അജണ്ട. ദേ വിൽ ഓൾവേസ് ടെൽ യു, ദേ വിൽ ഓൺലി ടെൽ യു വാട്ട് ദേ തിങ്ക് ഇസ് റൈറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് പണ്ടത്തെ ജേർണലിസ്റ്റുകളെ പോലെ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല, അവർ അജണ്ടയും കൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ന്യൂസ് പേപ്പേഴ്സും ന്യൂസ് ചാനൽസും എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് even if you see in the newspaper, they will not be 100% right. Okay, I'll give you a small example. Like, have you ever heard of this channel called Al Jazeera? Yeah, good. Al Jazeera ശരിക്കും പറഞ്ഞ ഖത്തർ എന്ന് പറഞ്ഞ കൺട്രി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ചാനലാണ് അൽ ജസീറ. ഓക്കെ, ആൻഡ് ഇടയ്ക്ക് ഞാൻ പഠിച്ചുകൊണ്ട സമയത്ത് അൽ ജസീറ, ഐ യൂസ് ടു ട്രസ്റ്റ് അൽ ജസീറ ബിക്കോസ് ദേ യൂസ് ടു കം ഔട്ട് വിത്ത് ഇൻഫർമേഷൻ ഓർ ന്യൂസ് about things which most other news channels won't come out with. ഇപ്പൊ നമ്മുടെ ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം കവർ ചെയ്യുന്ന ന്യൂസ് ചാനൽസ് ഉണ്ട്. അതേപോലെ ചെറിയ ഇന്റർനാഷണലി റിലേറ്റഡ് സിഗ്നിഫിക്കന്റ് ആയ കാര്യങ്ങൾ നോക്കുന്ന ഒരു ചാനലായിരുന്നു അൽ ജസീറ. അപ്പൊ ഞാനും അതിനെ കുറെ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഇടയ്ക്ക് എന്ത് പറ്റി, there was news about India-Pakistan conflict. അവരവിടെ അന്ന് ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് അവർ വിളിച്ചു. അന്ന് നിർത്തിയതാണ് എന്റെയും അൽ ജസീറയുടെയും ബന്ധം. ഓക്കെ, നമ്മൾ ഇന്ന് കാണുന്ന ജമ്മു ആൻഡ് കാശ്മീരിനെ they called it as India occupied Kashmir. And you remember how we call the Pakistani side as POK? That's equivalent to India occupied Kashmir. So this is why you should always remember that even if you listen to a lot of news, even if you have a lot of sources from which you collect your information, please remember, do not trust these news channels 100%. And the reason why I'm saying this again, അഥവാ നിങ്ങൾ JNK ഇന്ത്യ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞ് പഠിച്ചു എന്ന് വിചാരിക്കും. ആൻഡ് UPSC ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ഇന്ത്യ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ കംപ്ലീറ്റ്ലി പോകും. കാരണം എന്താണ്, ഇത് വെറുതെ നിങ്ങൾ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന പരീക്ഷ അല്ല. നാളത്തെ ഇന്ത്യയെ നയിക്കാനുള്ള സിവിൽ സർവൻസിന് വേണ്ടി ഉള്ളൊരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഓൾവേസ് റിമെമ്പർ ടു ട്രസ്റ്റ് യുവർ സോഴ്സസ്. if your source is not completely trustable, do not trust them. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും, ഐ ഡോണ്ട് നോ ഇഫ് യു നോട്ടീസ് ദിസ്, ബട്ട് ഇഫ് യു ആർ സംബഡി ഹു റീഡ്സ് എ ഹിന്ദു അല്ലെങ്കിൽ എക്സ്പ്രസ് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം അവരിപ്പോ പത്രത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമോ അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലോ ആ മിസ്റ്റേക്ക് തിരുത്താറുണ്ട്. ഇവർ ഹിന്ദുവും ഇന്ത്യ ടൈംസും എല്ലാം തിരുത്താറുണ്ട്. അപ്പം ആ സെക്ഷനും കൂടെ നിങ്ങളൊന്ന് കീപ് ട്രാക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടല്ലോ, UPSCക്ക് കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദാറ്റ് വാസ് വെരി എവിഡന്റ് ഇൻ ദ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ പ്രിലിംസ്. ഓക്കെ, ചോദിച്ച പല ക്വസ്റ്റ്യൻസ്, ഒരു ഹ്യൂജ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഹാഡ് എ ഹ്യൂജ് ലിങ്ക് ടു കറണ്ട് അഫയേഴ്സ്. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകരുത്. അത് വായിക്കാതെ നമുക്ക് ക്ലിയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടേക്ക് സം ടൈം, നിങ്ങൾ എല്ലാം ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ 4 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 പേര് ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അവരവരെ സ്ട്രാറ്റജി ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആ സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വി ക്യാൻ ഓൾസോ ഹെൽപ്പ് യു ഇൻ ദ പ്രോസസ്. അതിൽ യു ഷുഡ് ഓൾവേസ് കീപ് സം ന്യൂസ് പേപ്പേഴ്സ് ഇൻ യുവർ സ്ട്രാറ്റജി, റൈറ്റ്? Now, previous questions we will discuss when we come to classes. But because for now, we have to go into today's lecture, which is India and China. ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ആർക്ക് സംശയം ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞല്ലേ? No, sir. Okay, thank you. Right. So next what we can do is when we talk about India China, and India China എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരും? Does anyone want to take a guess? And okay, this is also one thing which I will keep telling you guys. There are no right or wrong answers.
ഓക്കെ, നമ്മൾ എല്ലാവരും ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. നമ്മൾ ഇന്ന് ഇവിടെ നല്ലതുപോലെ പെർഫോം ചെയ്തെന്ന് പറഞ്ഞ് നാളെ പെർഫോം ചെയ്യണമെന്നുമില്ല. അത് പക്ഷേ ഇന്ന് ഇവിടെ പെർഫോം ചെയ്തില്ല എന്നും പറഞ്ഞ് നമുക്ക് നാളെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുമില്ല. ഓക്കെ, സോ പ്ലീസ് ഓൾവേസ് ബി റെഡി ടു ആൻസർ. ഇറ്റ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾ തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എല്ലാവരും പറയുന്നത് എന്താ, ഈ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇമാജിൻ മേക്കിംഗ് മിസ്റ്റേക്ക് വൺസ് യു ബിക്കം എ സിവിൽ സർവന്റ്. ഒരു സിവിൽ സർവന്റ് ആയി കഴിഞ്ഞ് മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു കോസ്റ്റ് യു എ ലോട്ട്. ഇന്നെന്താ, ഇന്ന് 2 സെക്കൻഡ് പറയുന്നു, തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ, നമ്മൾ അവിടെ കളയുന്നു. പക്ഷെ നമ്മൾ എത്രത്തോളം തെറ്റുണ്ടാക്കുന്നു നമ്മൾ അത്രത്തോളം പഠിക്കും. ഓക്കെ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും പല സ്ഥലങ്ങളിലും ഇപ്പം UPSC കോച്ചിങ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ UPSC പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും ദർ ഓൾ പീപ്പിൾ ഹൂ ഹാവ് മേഡ് ദെയർ ഓൺ മിസ്റ്റേക്സ്. കാരണം എന്താ, അവർക്ക് UPSC എവിടെ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അത് എന്തുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് അവർ ശരിക്കും നല്ല ഫാക്കൽറ്റിയായി മാറുന്നത്. അപ്പൊ എല്ലാവരും മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും, പറയും ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ് യു ഗൈസ് ടു മേക്ക് യുവർ ഓൺ മിസ്റ്റേക്സ് റൈറ്റ് നൗ. ഓക്കെ, നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കും തോറും നമ്മൾ പഠിക്കുക, നമ്മൾ വളരുക മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ഇന്ത്യ ചൈന എന്ന് പറയുമ്പോൾ one thing which most people tell, or if you say, okay, how can you define India China relations in one word? I would always say it is complicated. കാരണം എന്താ, എല്ലാവരും പറയാറുണ്ട്, ഇന്ന് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല പക്ഷെ ലോകമൊട്ടും, the world of people say that the 21st century is a century of Asia എന്ന് പറയാറുണ്ട്, ഇല്ലേ? ഏഷ്യ ആയിരിക്കും ഈ സമയത്ത് ഗ്രോത്ത് എഞ്ചിൻ. Because if you had looked at history, you would have noticed that 20th century-ല് ആരുടെ ആയിരുന്നു? ബേസിക്കലി USA-യുടെ സ്ട്രോങ് പോയിന്റ് ആയിരുന്നു. 19th century അതിന് മുന്നേ ഒക്കെ കൂടുതലും ആരായിരുന്നു? യൂറോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ 21st century ഏഷ്യയുടെ ആണ് എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. പക്ഷെ 21st century ഏഷ്യയുടെ ആണ് എന്നുണ്ടെങ്കിൽ ഏഷ്യയുടെ 2 biggest പവേഴ്സ് ആരാണിപ്പോ? അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 8 ബില്യൺ ആൾക്കാരുള്ള ലോകത്ത് ഓൾമോസ്റ്റ് 3 ബില്യൺ മാത്രമാണ് ഇന്ത്യയും ചൈനയും. അല്ലേ? ഇന്ത്യയുടെ ചൈന പോപ്പുലേഷൻ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 1.4 നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2.8 വരെ. അപ്പം ഓൾമോസ്റ്റ് 3, ലെറ്റ്സ് സേ out of the 8 billion people on the planet, almost, I'm not saying it is 3 billion, but almost 3 billion people are only from India and China. And don't you think these 3 billion are if Asia becomes the continent of the century, then India and China are bound to be the bigger players here? It is. But then why do we have so much enmity? Why do we have so many conflicts? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും ഇന്ത്യൻ ചൈന വാറിൽ പോയി, അല്ലെങ്കിൽ ഇന്ത്യൻ ചൈന നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശത്രുത ഉള്ളത്? എവിടൊക്കെയാണ് ശത്രുത ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ? ആൻഡ് എവിടേക്കെന്ന് പറയുമ്പം അത് വാട്ട് ഹാസ് ദാറ്റ് ലെഡ് ടു? എന്തൊക്കെ സംഭവിച്ചു? നമ്മൾ വാർ ഉണ്ടായിരുന്നോ? നമ്മൾ ഇപ്പൊ സംസാരം നടക്കുന്നോ? സംസാരമുണ്ട്. എന്നാൽ നമ്മളും അവരും തമ്മിലുള്ള ഇന്റർ റിലേഷൻസ് എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം പല സമയത്തും പല സ്ഥലങ്ങളിലും രണ്ടുപേരും കീരിയും പാമ്പ് പോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, ഇന്ത്യയും ചൈനയും. അത് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ്? ലേൺ അബൌട്ട് ദി ഹിസ്റ്ററി. And this is something that we are going to try
that when we actually start learning international relations, we are going to try to talk about international relations from the point of view of history. And history നിന്ന് തുടങ്ങി നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്ന് പഠിച്ചിട്ട് ആയിരിക്കും നമ്മൾ ഇപ്പൊ എന്തൊക്കെ നടക്കുന്നു എന്ന് പഠിക്കുന്നത്. ബിക്കോസ് ഹിസ്റ്ററി അല്ലെങ്കിൽ എങ്ങനെയാണ് ചൈന എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ വളർന്ന് പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ നല്ലതിലേക്കോ പോകുന്നത് എങ്ങനെയാണ്, അത് അറിയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലേൺ ദ ഹിസ്റ്ററി. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. Yeah. So generally പറയുന്ന ഒരു ഡയലോഗാണ് എന്താ, for as long as there have been civilized humans, there has been some form of China. Do you think this is true or false? This statement, it's true or false? Now ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to learn about what a civilization is. അല്ലേ? എന്താണ് ഒരു സിവിലൈസേഷൻ? ഒരു സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ചെറിയ 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 ആൾക്കാർ ഒരുമിച്ച് വരുന്നതാണോ, അല്ലെങ്കിൽ കുറച്ച് സിറ്റീസ് ഒരുമിച്ച് വരുന്നതാണോ, അല്ലെങ്കിൽ 2-3 കൺട്രീസ് ഒരുമിച്ച് വരുന്നതാണോ? എന്താ സിവിലൈസേഷൻ? ഒരു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്ന ഡെവലപ്മെന്റ്. ഗുഡ്. എന്താണ്, ഒരു കുറെ ആൾക്കാർ ഒരുമിച്ച് വന്ന് ഒരു കൾച്ചർ ജനറേറ്റ് ചെയ്യും, ഒരു പൊളിറ്റിക്സ് ജനറേറ്റ് ചെയ്യും. അവിടെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരും. ഇങ്ങനെ പല 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 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് എന്താവുന്നത്, നമ്മൾ ഒരു സിവിലൈസേഷൻ ആയി മാറി എന്ന് നമ്മൾ പറയും, അല്ലേ? ആൻഡ് ഈ ലോകത്തെ സിവിലൈസേഷൻസിലെ ഏറ്റവും പഴകിയ 4 സിവിലൈസേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയോ ആർക്കെങ്കിലും? എനിവൺ? ഓക്കെ, ചൈനീസ് അല്ലാതെ ആരൊക്കെയുണ്ട്? അതെ, പറഞ്ഞോ, ഗസ് ചെയ്തോ. മെസപ്പൊട്ടേമിയ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. ഈ പേര് ഓർത്ത് കേട്ടോ, കാരണം ഇവർ 4 പേരുമാണ് എന്താ ഓൾഡസ്റ്റ് സിവിലൈസേഷൻ എന്ന് പറയപ്പെടുന്ന 4 പേര്. ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ, ഹാരപ്പൻ ആൻഡ് ചൈനീസ്. ഈജിപ്ഷ്യൻ നല്ല കോമഡിയാണ്, കാരണം നിങ്ങൾ അറിയോ, നിങ്ങളിപ്പം പിരമിഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിരമിഡ്സിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും പിരമിഡ്സ് ഭയങ്കര പഴയതാണ്, പക്ഷെ പിരമിഡ്സ് ഭയങ്കര പഴയതാണ്. Okay, same goes for the things that you would see in Mesopotamia and Harappa and Chinese, because these civilizations are very old. And China has been one of them which has had a continuous civilization. സിവിലൈസേഷന്റെ ബ്രേക്ക് ഉണ്ടാവാതെ വീണ്ടും വീണ്ടും വളർന്ന് വളർന്ന് വന്നൊരു സിവിലൈസേഷൻ തന്നെയാണ് ചൈനീസ്. അതുകൊണ്ട് തന്നെയാണ് എന്താ ഇന്ത്യ ലോകം, ഫോർ ആസ് ലോങ് ആസ് ദർ ഹാവ് ബീൻ സം സിവിലൈസ്ഡ് ഹ്യൂമൻസ്, ദർ ഹാസ് ബീൻ സം ഫോം ഓഫ് ചൈന. ഓക്കെ, അപ്പൊ അവരുടെ ഇപ്പം ചൈനീസിന്റെ ഒരു മിത്ത് പ്രകാരം എന്താണ്, മിത്താണ്, കറക്റ്റ് കംപ്ലീറ്റ്ലി ട്രൂ അല്ല. ചൈനയുടെ ഏർലിയസ്റ്റ് റൂളേഴ്സ് ആരാണ്? സിയ ഡൈനാസ്റ്റി ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഫ്രം 2100 to 1600 BC. Our first emperor, they call him as Yu. Okay, and but always remember, what do we need? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ യു ഓൾവേസ് നീഡ് പ്രൂഫ് വിത്ത്. സോ ഇത് പക്ഷെ ഈ സിയ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ഫസ്റ്റ് എംപറർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു തെളിവുമില്ല. Okay, and you will see that this trend continues with most countries which
want to claim that they have been a huge civilization or a very old civilization. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നതിലാണ് ഹിസ്റ്ററി പഠിക്കുന്നത് നമ്മൾ പഴയ കാര്യം വെറുതെ വായിക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ ആ പഴയ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പഠിക്കാനും അത് തടയാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ഓക്കെ, എനിവേ, സോ you can see that Zia dynasty is what they said. But what do we need? നമ്മൾ പറഞ്ഞില്ല, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ we always have to think about, അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ ഓക്കെ ഇത്ര 10,000 കിങ്സ് ഉണ്ടായിരുന്നു, ഇത്രയും വർഷം ജീവിച്ചു, അങ്ങനെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. For UPSC, what is important, always remember, everything is in the end linked back to India. For that, the first thing you have to remember is something known as the Silk Road. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? Yes. And this is very important for China today, because China has the modern China, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന China has made its own version of the old Silk Road. We will see that when we come to other classes. Okay? സിൽക്ക് റോഡ് എന്ന് പറഞ്ഞ് അവർ തുടങ്ങി, അല്ലെങ്കിൽ ആ സിൽക്ക് റോഡ് വരുന്ന എന്നാണ്, apparently it was established in 125 BC. 125 BC, that is almost 125 years before Christ ആണ് இந்த സിൽക്ക് റോഡ് വരുന്നത്. ആൻഡ് സിൽക്ക് റോഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് സിൽക്ക് റോഡിന്റെ മാപ്പ് ആണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ജിയാങ് പ്രോവിൻസിൽ നിന്ന് ലാൻസോ പോയി കഷ്കർ, Samarkand, Tashkent, and it is still going to Tehran in Iran, Uzbekistan, and going towards Europe. And not just Europe, but also to Africa. Now, why is it important for India? Because if you look at India right now, ഇന്ത്യയുടെ തൊട്ട് മേളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന പല ഏരിയാസിൽ കൂടെയാണ് എന്ത് പോകുന്നത് പണ്ട് സിൽക്ക് റോഡ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് സിൽക്ക് റോഡ് അന്ന്, അല്ലെങ്കിൽ the old Silk Road was actually made by somebody called Zhang King. ഓക്കെ, പണ്ട് അവിടുത്തെ ഒരു എംപറർ റൂളിന് വേണ്ടി അങ്ങേര് പോയി 13 വർഷം എടുത്ത് ഉണ്ടാക്കിയ മാപ്പാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഈ പേര് പഠിക്കണോ വേണ്ടേ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വേണ്ട, ഓർത്തിട്ട് ഒരു കാര്യമില്ല, നമുക്ക് യൂസ്ലെസ് ആണ്. പക്ഷേ സിൽക്ക് റോഡ് ഓൾമോസ്റ്റ് 100 BCക്ക് മുന്നേ ഉണ്ടായതാണ് എന്ന ഇൻഫർമേഷൻ അറിഞ്ഞിരുന്നാൽ നമ്മൾ നാളെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ന്യൂ സിൽക്ക് റോഡിന് അല്ലെങ്കിൽ പോളാർ സിൽക്ക് റോഡ് എന്ന് അങ്ങനത്തെ ന്യൂസ് ഒക്കെ പഠിക്കുമ്പോൾ യു കൻ ഓൾവേസ് യൂസ് ദിസ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, so please remember, the Silk Road in China, or the old Silk Road that we talk about, came at least 125 years before Christ. Right? അത് നമുക്ക് അറിയേണ്ട എന്താണ്, കുറെ നാളുകൾ ഇപ്പം ചൈന ബാക്കിയുള്ള ആൾക്കാരെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് ചൈനയിലെ പ്രശ്നങ്ങൾ സംഭവിച്ചു. അവരെന്തായി, they were completely internally focused. ബാക്കി ആൾക്കാരായിട്ട് ട്രേഡ് ചെയ്യാതായി, സംസാരിക്കാതെയായി. അങ്ങനെ ചൈനയും എന്താ പല ആൾക്കാർ സംസാരിക്കാൻ കുറെ വർഷം നിന്നു. എന്നിട്ട് 1557 അവർ വീണ്ടും വേൾഡ് ട്രേഡിലേക്ക് ഇറങ്ങുന്നത്. 1557 മിങ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി എന്ത് ചെയ്തു, ചൈനയുടെ അന്ന് എക്സ്പോർട്ട് ആയിരുന്ന സിൽക്കും, നമ്മൾ കണ്ണ് സിൽക്കും പോസ്ലിൻ, ഇവിടെ സീൻ ലോട്ട് ഓഫ് ചൈനീസ് പോട്ടറി അല്ലെ, പോസ്ലിൻ പേരുകൾ എന്ത് ചെയ്തു, അവര് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഏത് വഴി? സീ വഴി. എങ്ങനെയാണ് ഈ സമയത്താണ് ചൈനീസ് മെർച്ചൻസ് എന്ത് ചെയ്യുന്ന ലോകം മൊത്തം ട്രാവൽ ചെയ്ത് തുടങ്ങുന്നത്. ആൻഡ് നിങ്ങൾ നാളെ വെൻ യു സ്റ്റഡി medieval Indian history, you will see that these Chinese merchants also visited a lot of courts in India. Okay,
ഈ ലിങ്ക് ഓർത്ത് വെക്കുക, കാരണം ഈ ലിങ്ക് നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ UPSC can be a good question. Okay, so in 1557 the Ming dynasty is sending a lot of merchants from China to go and do trade. Why? Because they want to export silk and porcelain. പോസ്റ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, പല സമയങ്ങളിലും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചായക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റുകളോ വെറുതെ പോസ്റ്റിൽ നിന്ന് വിളിക്കുന്നത് സം in some English books and all, you will also see them being called as China. That was how important these wares were. If you have ever gone to ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഹൈദരാബാദ് വിടൂ, നിങ്ങൾ ഇന്ത്യയുടെ ഏതെങ്കിലും പഴയ റോയൽ കിങ്സിന്റെ ഈ മ്യൂസിയംസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ you will see that they have had a huge collection of post and wares from China. ഓക്കെ, അപ്പം അത്രയ്ക്കായിരുന്നു ചൈനയുടെ എക്സ്പോർട്ട് ഓഫ് പോസ്റ്റൽ വെയർസ്. സോ റിമെമ്പർ, ചൈന വാസ് എക്സ്പോർട്ടിംഗ് സിൽക്ക് ആൻഡ് പോസ്റ്റൽ വെയർസ്. വേറെ ഉണ്ട്, പക്ഷെ ദീസ് വർ ദ ടു മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്. അങ്ങനെ ഇരിക്കവെയാണ് ചെറിയൊരു യുദ്ധം ആരുമായിട്ട് വരുന്നത്, ബ്രിട്ടീഷുകാരായിട്ട് വരുന്നത്. പക്ഷെ അതെന്താണ്? ദാറ്റ് ഇസ് ദി 19th century, which is 1839 to 1842. ദ ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അന്ന് നമ്മൾ പറയുന്ന ഇംഗ്ലീഷുകാർ എവിടെ നിന്ന് വന്നു? നമ്മൾ പണ്ട് UK എന്ന് വന്ന് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്ത് ഇന്ത്യയിൽ ട്രേഡ് നടത്തുന്ന ആൾക്കാരാണ് ഇവർ. അപ്പൊ ഇവരെന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓപ്പിയം had a good market in China. ഓപ്പിയം എന്താണെന്ന് എല്ലാവർക്കും അറിയോ? എന്താണ് ഓപ്പിയം? എന്താണ്? എന്ത് ഡ്രഗ് ആണ്? ഏതോ ഓക്കെ, നമ്മൾ പോപ്പി ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഡ്രഗ് ഇല്ലേ? ചിലർ ഡിപ്രഷനും യൂസ് ചെയ്യാറുണ്ട്. നാർക്കോട്ടിക്സിന്റെ വലിയ ഒരു ഭാഗമാണ് ഓപ്പിയം. കാരണം എന്താ? ഓപ്പിയം എന്ന് പറഞ്ഞ കമ്പോണന്റ് ഇസ് ഹൈലി അഡിക്റ്റീവ്. നല്ല മത്ത് പിടിക്കുകയും ചെയ്യും, കട്ട അഡിക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പിയം എന്ന് പറഞ്ഞ സാധനം ചൈന എന്ത് ചെയ്തു? ചൈനയിലേക്ക്, UK ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ചൈനയിലേക്ക് കയറ്റിവിട്ടു. ഈ കയറ്റിവിട്ട ഓപ്പിയം എവിടെയാണ് ഉണ്ടാക്കിയെന്ന് അറിയുമോ? എനിവൺ? ചൈനക്കാർക്ക് ബ്രിട്ടീഷുകാർ കൊടുത്ത ഓപ്പിയം എവിടെ നിന്നാ കയറ്റി വിട്ടെന്ന് ഐഡിയ ഉണ്ടോ? അല്ലെ എവിടെ ഉണ്ടാക്കിയെന്ന് ഐഡിയ ഉണ്ടോ? എവിടെ? ഇന്ത്യയിലാണോ? യെസ്, ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഓപ്യമാണ് ഇവര് പതുക്കെ സ്മഗിൾ ചെയ്ത് എവിടെ കയറ്റിവിട്ടത്? ചൈനയിൽ കയറ്റിവിട്ടു. കാരണം എന്താ? ആദ്യം ഓപ്യം വന്നു തുടങ്ങിയപ്പോൾ തന്നെ ചൈനയ്ക്ക് മനസ്സിലായി ഇത് പ്രശ്നക്കാരനാണ്, ഇത് കഴിച്ചാൽ അവർക്ക് പിന്നെ ഭയങ്കര അഡിക്ഷൻ ആകും ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അവരാദ്യമേ ഓപ്യം ബാൻ ചെയ്തു. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വീണ്ടും കയറ്റിവിട്ടു. അത് കയറ്റിവിട്ടത് എങ്ങനെയാണ്? അപ്പൊ അവർ സ്മഗിൾ ചെയ്തു, ഇല്ലീഗലി ഓപ്യം സ്മഗിൾ ചെയ്ത് അവരെങ്ങോട്ട് കയറ്റിവിട്ടു? inside China. Now, why do you think the British did this? Do you want to take a guess? Why did the British smuggle opium into China? Or why were they so adamant that they had to get one entire nation addicted to opium? Because Britishers were addicted to something called tea. ആണോ അല്ലയോ? ബ്രിട്ടീഷേഴ്സ് എല്ലാവരും എന്താണ്? മിക്ക ആൾക്കാരും ചായ അഡിക്റ്റ് ആണ്. അതേപോലെ അവർക്ക് എന്താണ്? ചൈനീസ്
പോർസ്ലിനും അഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ചൈനയിൽ നിന്ന് ഇവര് നല്ല കണക്കിന് എന്താ ചായയും അതേപോലെ ആ പോട്ടറി സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ സെയിം സമയത്ത് the Britishers did not have enough to send into China because China was self-sustainable. China didn't need any of the goods that British were making. ചൈനയ്ക്ക് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന കോട്ടൺ ക്ലോത്ത്സ് കൊണ്ട് കാര്യമില്ല. ചൈനയ്ക്ക് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന വേറെ സ്റ്റീം എഞ്ചിൻ വെച്ച് കാര്യമില്ല. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവർ യൂസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ചൈനയിൽ നിന്ന് സാധനം മേടിക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വിച്ച് മീൻസ് the Britishers were heavily dependent on the Chinese. അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ചൈനയിലേക്ക് ഇവന്മാർ ഓപ്പിയം സ്മഗിൾ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, സോ there is this term called trade deficit. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കാണും. സർ ഒന്നുകൂടി പറയോ, ചൈനയിലേക്ക് ഓപ്പിയം ഒന്നിനും പറഞ്ഞുതരാം. ഓക്കെ, നമ്മള് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സിൽ ടേം ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ട്രേഡ് ഡെഫിസിറ്റ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് 2 countries, A and B. Right? A എന്ന് പറഞ്ഞ കൺട്രി പറയുന്നു, വിചാരിച്ച് A makes steel. Okay, and B is known to make sugar. No, let's take hypothetically, let's say that B needs steel. കാരണം അവർക്ക് സ്റ്റീൽ ഉണ്ടാക്കാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് എയിൽ നിന്ന് സ്റ്റീൽ വാങ്ങിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ അതേ സെയിം സമയത്ത് എക്ക് എന്തുകൊണ്ട് എക്ക് ഷുഗറും ഉണ്ട് വിചാരിക്കും. അവർക്ക് എന്താ, they do not need they don't need more sugar. അവർക്ക് കൂടുതൽ ഷുഗറിന് ആവശ്യമില്ല. അതുകൊണ്ട് എന്താ, ബിക്ക് എയിലേക്ക് ഷുഗർ വെക്കാൻ പറ്റുമോ? ഇല്ല. Which means the more and more that A and B are going to trade with each other, എയും ബിയും അങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ശരിക്കും ഇവിടെ ആരാണ് ചെയ്യുന്നത്? ബി എയിൽ നിന്ന് വാങ്ങുന്നു മാത്രമേ ഉള്ളൂ, പക്ഷെ എ ബിയിൽ നിന്നൊന്നും വാങ്ങുന്നില്ല. അപ്പൊ ഇവിടെ ആർക്ക് കടം കൂടും? ഇല്ലേ? ബിക്ക് എന്ത് ചെയ്യണം? ബിക്ക് നാളെ അവര് എയിൽ നിന്ന് വാങ്ങിച്ച് സ്റ്റീലിന് കാശ് കൊടുക്കണം. അപ്പൊ അവർ ട്രേഡ് ചെയ്യുമ്പോൾ എയും ബിയും തമ്മിൽ ട്രേഡിങ് നടക്കുകയാണെങ്കിൽ we can see that B will have a huge trade deficit. ഇത് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇനി ഇതേ സെയിം സിറ്റുവേഷൻ നമ്മുടെ ആരെ കാണും? We will see the British and China. ബ്രിട്ടീഷുകാർക്ക് എന്താ ആവശ്യമുണ്ട്? അവർക്ക് ചായ ആവശ്യമുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് അതേപോലെ ചൈനയുടെ ഫോറസ്റ്റിനും വേണം. അപ്പൊ എന്ത് ചെയ്യും? China is sending a lot of things into Britain, but there is nothing going from Britain to China. So what happens? The Britishers are going to have a trade deficit. അവര് ബ്രിട്ടീഷുകാർക്ക് ചൈനയിലേക്ക് കാശ് പോകുന്നു എന്നല്ലാതെ ചൈനയിൽ നിന്ന് കാശ് ബ്രിട്ടീഷിലേക്ക് വരുന്നില്ല. സർ, ആ ടീ അല്ലാതെ രണ്ടാമത്തെ സാധനം കിട്ടോ? പോർസ്ലിൻ ഉണ്ടോ? എടോ മറ്റേ ചായക്കും മറ്റേ കപ്പില്ലേ, കപ്പും സോസും പറയില്ലോ, കപ്പും പ്ലേറ്റും എല്ലാം. ആ, പോർസ്ലിൻ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ്. ഇപ്പോഴോ?
ഓക്കെ ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ സാധനങ്ങൾ എന്താ ചൈനയിൽ നിന്ന് ബ്രിട്ടീഷുകാർ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ബ്രിട്ടീഷുകാരിൽ നിന്ന് ചൈന ഒന്നും മേടിക്കുന്നില്ല. ചൈനയ്ക്ക് എന്ത് വേണ്ട? ചൈനയ്ക്ക് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സും വേണ്ട. ചൈനയ്ക്ക് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന മറ്റേ സ്റ്റീം എഞ്ചിനോ അല്ലെങ്കിൽ ടെലിഫോണോ ഒരു ആവശ്യമൊന്നും ആർക്കും ഇല്ല, ചൈനയ്ക്കില്ല. ഇപ്പൊ ചൈന എന്ത് ചെയ്തു? China was getting a lot of benefits. Because China was getting a lot of money from Britain. While Britishers were paying a lot of money to China, and they were not getting any money from China. അപ്പൊ ഈ സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയാണ് ചൈനയെ കൊണ്ട് ബ്രിട്ടീഷുകാരെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കണം ബ്രിട്ടീഷുകാർക്ക്. കാരണം ഇവർക്ക് ഈഗോ ആണല്ലോ, ഇവർക്ക് എവിടെ പോയി ഈഗോ ആണ്. അവർ തന്നെ ഏറ്റവും വലിയ ആൾക്കാരായിരിക്കണം, അവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ കാശുണ്ടാകണം എന്ന ഈഗോ ആണ് ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഉള്ളത്. അപ്പം ചൈനയെ കൊണ്ട് എങ്ങനെ ഇവര് ചൈനയെ ബ്രിട്ടീഷുകാരെ അടിമയാക്കാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ കണ്ട ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്പിയം. ബ്രിട്ടീഷുകാരുടെ ലക്കിന് ദിസ് ഇസ് ഓൾസോ ബീങ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയിൽ അത് ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഓപ്പിയം ദേ ആദ്യം സോൾഡ് ലീഗലി ഇൻ ടു ചൈന. അത് പക്ഷെ ചൈനയിൽ ബാൻ ചെയ്തപ്പോഴത്തേക്ക് അത് ഇല്ലീഗലി അവർ സ്മഗിൾ ചെയ്ത് കയറ്റിവിട്ടു. ഓപ്പിയം നല്ല അഡിക്റ്റീവ് ആണ്. മറ്റേ അടിച്ച് ഫിറ്റായി കിടക്കുന്ന ടൈപ്പ് സാധനമാണ് ഓപ്പിയം. അപ്പം അങ്ങനെ ആൾക്കാരിൽ ഭയങ്കര സോഷ്യൽ എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാക്കിയപ്പോൾ ആണ് അവിടുത്തെ ആൾക്കാർ ബാൻ ചെയ്തത്. പിന്നെ അതിന് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കും. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പല ഓപ്പിയം ബോട്ടിൽസും പല ഓപ്പിയം കണ്ടെയ്നേഴ്സും എന്ത് ചെയ്തു? ചൈനയിൽ ചില ആൾക്കാർ പിടിച്ച് നശിപ്പിച്ചു. അതിന് എഗെയിൻസ്റ്റ് ആണ് ബ്രിട്ടൻ goes to war with China. Do you want to take a guess who wins? ആര് ജയിക്കുന്ന ഐഡിയ ഉണ്ടോ? ചൈനയല്ലേ? ബ്രിട്ടൻ വിൻസ്. ഇത് തന്നെയാണ് അവർക്ക് നടന്നത്. ഉണ്ടോ? ബ്രിട്ടൻ ഫ്ലഡഡ് ദി കൺട്രി വിത്ത് ഓപ്പിയം. അപ്പൊ അവിടെ അഡിക്ഷനായി. അങ്ങനെ അവിടെ വന്ന് കിങ് ഡൈനാസി എന്ത് ചെയ്തു? അവരെ ബാൻ ചെയ്തു. ബാൻ ചെയ്തപ്പോഴത്തേക്ക് അവിടെ അടിയായി എന്ന സമയത്താണ് അവിടെ ഓപ്പിയം വാറായി മാറുന്നത്. പക്ഷെ ഓപ്പിയം വാർ ആര് തോറ്റു? ചൈനീസുകാരെ തോറ്റു. അങ്ങനെ ദ ബ്രിട്ടീഷ് ഫോഴ്സസ് ഷട്ട് ഡൗൺ ചൈനീസ് പോർട്സ്. എന്ന് ചൈന എന്ന് പറയുന്ന കൺട്രി കയറി ചൈനയുടെ പോർട്ടുകൾ അവർ ക്ലോസ് ചെയ്യിപ്പിച്ചു. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഹോങ്കോങ് പ്രശ്നം നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ പഠിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്, കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലത്തിലെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഹൂ ടേക്സ് ഓവർ ഹോങ്കോങ്? ദ ബ്രിട്ടീഷ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവിടെയാണ് അപ്പം ഈ ഫസ്റ്റ് ഓപ്പിയം വാർ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഉണ്ടാകുന്നത്. ഇറ്റ്സ് കോൾഡ് ദി ട്രീറ്റി ഓഫ്, ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് നാൻകിങ്. നാൻകിങ്. ഈ ട്രീറ്റി ഓഫ് നാൻകിങ് പ്രകാരം ഇവർ എന്ത് ചെയ്തു? അത്ര നാൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ചൈന ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു. അവർ പുറത്തെ ആൾക്കാർ അവര് എല്ലാം അവര് സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അവർ മേടിക്കുന്നില്ല. അപ്പം അവർക്ക് നല്ല കാശുണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തം അവർ എന്ത് ചെയ്തു? ട്രേഡ് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് കൂട്ടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവർ പറഞ്ഞു ചില പോർട്ടുകൾ നമ്മുടെ കൺട്രോളിൽ വരും. ഓക്കെ. അതേപോലെ ചൈനീസ് ഗവൺമെന്റ് ഇനി മുതൽ ഫോറിൻ ഗുഡ്സിൽ ടാരിഫ് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാര് ഇനി നാളെ ചൈനയിൽ സാധനം ഇറക്കിയാലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇറക്കുന്ന സാധനത്തിൽ അവർക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടിയോ ടാരിഫുകളോ ഒന്നും ചുമത്താൻ പറ്റില്ല. അതേപോലെ വേറെന്താ? ഓപ്പിയമിന് വേണ്ടിയാണ് വാർ തുടങ്ങി. അപ്പൊ എന്താ? ഓപ്പിയമും നമുക്ക് വിൽക്കാൻ അനുമതി വേണം. ഫൈനലി പറഞ്ഞ കാര്യമാണ് ഹോങ്കോങ് comes under the direct control of the British. ഓക്കെ. ആൻഡ് ഇവിടെ നിന്നാണ് ചൈനീസുകാർ അവർ വിളിക്കുന്നത്
they call the 1800s as the century of humiliation. ഇപ്പൊ മനസ്സിലായോ? കുഴപ്പമുണ്ടോ? പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ 1800s സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്നാണ് അവർ പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ തുടക്കം മാത്രമാണ് എന്താ ദ ഫസ്റ്റ് ഓപ്പിയം വാർ. ഫസ്റ്റ് ഓപ്പിയം വാർ കഴിഞ്ഞ പാടെ എന്ത് പറ്റി? ചൈന എന്ന് പറയുന്ന കൺട്രിക്കകത്ത് ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് കൂടി. പക്ഷെ ബ്രിട്ടീഷുകാർ മാത്രമല്ല അവിടെ വന്നത്. അവിടെ ആര് വന്നു? അവിടെ യൂറോപ്പിൽ അന്ന് സ്ട്രോങ് ആയിരുന്ന എല്ലാ കൺട്രീസും എവിടെ എത്തി? ചൈനയിലെത്തി. ജർമ്മനി വന്നു, ഇറ്റലി വന്നു, ഫ്രാൻസ് വന്നു, ഈവൻ ബെൽജിയം, ഓസ്ട്രിയ, ഇവരെല്ലാരും എവിടെ എത്തി? All of them came to China. Because now they realized that there is a way for all of them to trade with China. Okay? അങ്ങനെ ഇരിക്കവേ അപ്പം ഇനിയിപ്പോ ബാക്കി ഇപ്പം നേരത്തെ ആർക്ക് പവർ കിട്ടി? ബ്രിട്ടീഷുകാർക്ക് പവർ കിട്ടി. ആ പവർ പക്ഷെ ചെറിയ പവർ വെച്ച് കാര്യമില്ലല്ലോ. അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് കുറച്ചുകൂടെ പവർ വേണം. അങ്ങനെയാണ് വീണ്ടും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് 56 to 60 അകത്ത് there is a second opium war. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഓപ്പിയം ലീഗലൈസ് ചെയ്യാൻ സമ്മതിച്ചു എന്നാണ് ട്രീറ്റി ഓഫ് നാങ്കിങ്ങിൽ പറഞ്ഞത്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? ചൈനീസ് കിങ് ഡൈനാസ്റ്റി ദേ സ്റ്റിൽ ഡിഡ് നോട്ട് ലീഗലൈസ് ഓപ്പിയം. അവർ ലീഗലൈസ് ചെയ്തില്ല. അവർ ചെയ്യാന്ന് പറഞ്ഞേ ഉള്ളൂ, ചെയ്തില്ല. ആ പേരും പറഞ്ഞ് വീണ്ടും ബ്രിട്ടനും ഫ്രാൻസോട് എന്ത് ചെയ്യുന്നു? അപ്പൊ അവർ ഒരുമിച്ച് ചൈനയെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ഈ ഇതില് അഗൈൻ ദ സെക്കൻഡ് ഓപ്പിയം വാറും ആര് തോക്കും? ചൈന തോക്കും. And then the century of humiliation continues. So can you imagine 1800s നടന്ന മേജർ കാര്യങ്ങൾ? ഒന്ന്, ആൾക്കാർ ഓപ്പിയം അഡിക്റ്റ് ആയത് മാത്രമല്ല, ആ ഓപ്പിയം അഡിക്ഷൻ തടയാൻ വേണ്ടി പോയ ആൾക്കാരുമായിട്ട് അടികൂടി തോറ്റു. ആ അടികൂടി തോറ്റപ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ട്രേഡിന് വേണ്ടി പല ഇളവുകളും അവർക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അത് കൊടുക്കുന്ന പുറമെ ഇപ്പൊ ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഇപ്പം യൂറോപ്പിൽ കണ്ട എല്ലാ കൺട്രീസും ഒരുവിധം ദേ ഹാവ് എ പ്രസൻസ് നൗ ഇൻ ചൈന. ആ പ്രസൻസിനെ തടയാൻ നോക്കുന്നു, ആ പ്രസൻസിനെ കുറച്ച് കുറയ്ക്കാൻ നോക്കുന്ന സമയത്ത്, ഓപ്പിയം ലീഗൽ ആക്കാതിരിക്കാൻ നോക്കുന്ന സമയത്തൊക്കെ അവരെന്ത് ചെയ്തു? ഒരു കാരണം പറഞ്ഞു. ഒരു കാരണം ഫസ്റ്റ് കാരണം ശരിക്കും ഓപ്പിയം തന്നെ ആയിരുന്നു. ലൈക്ക് ഓപ്പിയം ട്രേഡ് തടഞ്ഞപ്പോൾ അവർ വാറിന് പോയത് തന്നെ. പക്ഷെ സെക്കൻഡ് ഓപ്പിയം വാർ ഒരു എക്സ്ക്യൂസ് മാത്രമായിരുന്നു. Which is just an excuse used by the British and the French to wage a war against China so that they will get more benefits. And that is exactly what they got. എല്ലാ കൺട്രീസിനും ഇനി യൂറോപ്പിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഇവിടെ ട്രേഡ് ചെയ്യാൻ ഒരു ഫുട്ടിങ് കിട്ടി. ഓക്കെ, ഇതുവരെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ ഇതിടയ്ക്ക് ചോദിക്കും, പക്ഷെ എന്തെങ്കിലും സംശയം ചോദിക്കാം കേട്ടോ. ഓക്കെ, വീണ്ടും നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് കോൾഡ് സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ. നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് വാറും സെക്കൻഡ് ഓപ്പിയം വാർ. പക്ഷെ നൗ ദേ ഹാവ് എ ചാൻസ് ടു റിഡീം ദംസെൽസ്. ബിക്കോസ് ഈ ഒരു സമയത്ത് ഒരു 1850s തൊട്ട് 1900s, that is second half of the 19th century, we are seeing something. എന്താ കാണുന്നത്? കൊറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഇന്ന് പറയല്ലോ നോർത്ത് ആൻഡ് സൗത്ത് കൊറിയ. അതേ കൊറിയ, ആ കൊറിയയിൽ നടക്കുന്ന പല ഡെവലപ്മെന്റ്സും എന്ത് നടക്കുന്നു? ഒരു ചെറിയ ക്ലാഷിലേക്ക് പോകും. കാരണം അത്രയും നാള് കൊറിയ യൂസ് ടു ബി എ പാർട്ട്, കൊറിയയിൽ ഒരു വലിയ ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ ആ
കിങ്സും എല്ലാം they were mostly established by the Chinese. പക്ഷെ കൊറിയയുടെ തൊട്ടപ്പുറത്ത് വേറൊരു കൺട്രി കിടക്കുന്നുണ്ട്. ഇവരാണ് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. ആരായിരിക്കും അത്? ജപ്പാൻ. കൊറിയ എന്ന് പറഞ്ഞ സ്ഥലം ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആക്കണം, അല്ലെങ്കിൽ അവര് റൂൾ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ പറഞ്ഞു വലിയൊരു അടിയിലേക്ക് പോകും. ഓക്കെ, അത്ര നാളൊരു ഇമാജിൻ, ചൈനയുടെ സൈസ് വെച്ചിട്ട് അവരെന്തോ വലിയ ആൾക്കാരാണ്, അവരാണ് ഏഷ്യയിലെ ഏറ്റവും കിടിലങ്ങൾ എന്ന് അവർ സ്വന്തമായിട്ട് അവരും പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരും വിശ്വസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1894 to 95, you can see the first Sino-Japanese war. ഇതാര് ജയിച്ചെന്നുള്ള ഐഡിയ ഉണ്ടോ? എന്തായാലും അവര് ആദ്യത്തെ 2 war തോറ്റു. ചൈനയ്ക്ക് നല്ല സൈസ് ഉണ്ട്, ചൈനയ്ക്ക് കുറെ ആൾക്കാരുണ്ട്. But do you want to take a guess as to who wins? Japan wins. ചൈന എന്ന് പറഞ്ഞ ഹ്യൂജ് കൺട്രീനെ അന്ന് ചെറിയൊരു കൺട്രി ആയിരുന്നു ജപ്പാൻ. അന്ന് എന്താ യുദ്ധത്തെ തോപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊറിയ, അത് ദേ ബിക്കം വാട്ട്, അവരുടെ ചൈനീസ് ഇൻഫ്ലുവൻസ് അവർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യും. And Korea declares independence from the King Empire. പക്ഷെ do you wonder why Japan won the war here? ഐഡിയ ഉണ്ടോ? Why do you think Japan won the war against the Chinese? എന്ത് ചെയ്തു? ജപ്പാൻ, you will also see this, we will study about this when we come to Industrial Revolution also. And Industrial Revolution പഠിച്ചു വരുമ്പോൾ you will also see this in World War I and World War II. And Japan as a country drastically changed from the 1850s. 1854 എന്തു പറ്റി? Japan is signing a deal with the US. അവർ എന്ത് ചെയ്തു? ജപ്പാന്റെ സിസ്റ്റം കംപ്ലീറ്റ്ലി അവര് അഴിച്ചു പണിയും. വെച്ചാൽ എന്താ? അവര് എന്ത് ചെയ്യുന്നു? ആർമി മോഡേണൈസ് ചെയ്യും, എക്കോണമി മോഡേണൈസ് ചെയ്യും, എല്ലാം ചെയ്തു തുടങ്ങും. ആൻഡ് ദേ ആർ അത്രയും നാള് ഓൾമോസ്റ്റ് 200+ years ആയിട്ട് അവരെന്തായിരുന്നു? അത്ര നാള് ദേ വർ ഫോളോയിങ് എ ഐസൊലേഷനിസ്റ്റ് പോളിസി. ഐസൊലേഷൻ പറയുമ്പോൾ എന്താണ്? അവർ വേറെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, സ്വന്തം കാര്യം മാത്രം നോക്കി ചെയ്യുന്ന ആൾക്കാരായിരുന്നു ജപ്പാൻ അത്രയും നാള്. 200-ൽ കൂടുതൽ വർഷങ്ങൾ ആ പോളിസി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ജപ്പാൻ 1854 കംപ്ലീറ്റ്ലി ട്രേഡിന് വേണ്ടി കംപ്ലീറ്റ്ലി ഓപ്പൺ ആകും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ 1868 we can see that there is something very important to Japan known as the Meiji Restoration. Okay, Meiji Restoration ആകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മിലിറ്ററി റൂളേഴ്സിനെല്ലാം തള്ളിക്കളഞ്ഞ് പുതിയൊരു ഫോം ഓഫ് ഗവൺമെന്റ് വരും. ഇവരെന്ത് ചെയ്യുന്നു? they are also going to modernize Japan. അങ്ങനെയാണ് ഏഷ്യയിൽ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എൻജോയ് ചെയ്യുന്ന, അല്ലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് ആദ്യമായിട്ട് കടക്കുന്ന കൺട്രികളിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ജപ്പാൻ ഇൻഡസ്ട്രിയലൈസസ്. എന്നുവെച്ചാൽ എന്താ?
നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റീൽസ്, അയൺ ഓർ എല്ലാം വരും. പക്ഷെ പ്രശ്നം എന്താ? ഇത് വരുന്നതിന്റെ കൂടെ തന്നെ ജപ്പാന്റെ അംബീഷനും കൂടും. ഈ അംബീഷനാണ് നമ്മൾ നാളെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വേൾഡ് വാർ 1 ആയിട്ടും വേൾഡ് വാർ 2ലും അവരുടെ പാർട്ടിസിപ്പേഷനെ നമ്മൾ കാണുന്നത്. ഈ അംബീഷന്റെ ഒരു സെക്ഷൻ ആണ് എന്താ? ദേ വാണ്ടഡ് ടു ഫൈറ്റ് ദ ചൈനീസ് ആൻഡ് വിൻ. അങ്ങനെയാണ് 1894 to 95 we see the first Sino-Japanese war. കുഴപ്പമുണ്ടോ? ഓക്കെ, അങ്ങനെ ലെറ്റ്സ് കം ബാക്ക്. സോ അങ്ങനെ 1894 to 95 ഫസ്റ്റ് Sino-Japanese വാറിലും വരുന്നു. The Qing dynasty is now clashing with Japan over Korea. And we can see what the century of humiliation continues. അങ്ങനെ എന്താ? ഫസ്റ്റ് Sino-Japanese വാറും അവരെന്ത് ചെയ്യുന്നു? അവർ തോൽക്കുന്നു. സോ ക്യാൻ യു സീ 1800s നടന്ന ഒരു ഒട്ടുമിക്ക എല്ലാ കോൺഫ്ലിക്റ്റുകളിലും ആര് തോക്കും? ചൈന തോക്കും. ചൈന തോക്കുന്നു മാത്രമല്ല, ഓരോ സമയം തോൽക്കുമ്പോഴും എന്ത് പറ്റും? they have a heavy fine to pay. ഭയങ്കരമായിട്ട് അടിച്ചമർത്തി, ഭയങ്കരമായിട്ട് അവരിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചൈനയെ ഒരു വഴിയാക്കി. അതുകൊണ്ട് തന്നെയാണ് ചൈന calls the 1800s or the 19th century as a century of humiliation. Okay, and ഈ Sino-Japanese war കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? We can see that തായ്വാൻ ആർക്ക് പോവും? ജപ്പാന് പോവും. അതേപോലെ കൊറിയക്ക് അവർ ഇൻഡിപെൻഡൻസ് കൊടുത്തു. അതുപോലെ ഫോർമോസയും അതുപോലത്തെ ബാക്കി ഐലൻഡ്സും ജപ്പാനിൽ പോയി. ഈ 3 പോയിന്റുകൾ നോക്കിയോ, ഈ 3 പോയിന്റുകളും ഇന്ന് നമ്മൾ പഠിക്കണം. ഇനി നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ഇന്റർനാഷണൽ റിലേഷൻസിന്റെ 3 ടോപ്പിക്കുകളാണ്. ഓൾ ബിക്കോസ് ഓഫ് വൺ വാർ. തായ്വാൻ, കൊറിയ and islands like Formosa. Okay, now you can see that ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആര് മുതലാക്കും? വെസ്റ്റേൺ പവേഴ്സ്. അവർക്ക് എവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഇറങ്ങുന്ന ആൾക്കാരാണ് നമ്മുടെ വെസ്റ്റിലെ ആൾക്കാർ. അവരെന്ത് ചെയ്തു? ചൈന ജപ്പാനോട് തോറ്റപ്പോഴത്തേക്ക് ജപ്പാൻ എന്ത് ചെയ്തു? ജപ്പാൻ പറഞ്ഞു നമുക്ക് കൂടുതൽ കാശ് വേണം, നമ്മൾ ജയിച്ചതല്ലേ, നമുക്ക് ഫൈൻ വേണമെന്ന് പറഞ്ഞു, ഫീസ് വേണം എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ആ പൈസ കൊടുത്തത് എങ്ങനെയാണ്? ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, ജർമ്മനി കടമെടുത്തിട്ടാണ് ചൈന ഈ പൈസ കൊടുക്കുന്നത്. ഇവരിൽ നിന്ന് കടമെടുക്കുമ്പോൾ നമുക്ക് അറിയാലോ എന്താ നടക്കാൻ പോണെന്ന്. അവര് ചൈനയുടെ പല ഭാഗങ്ങളും അവര് കൺട്രോൾ ചെയ്ത് തുടങ്ങും. അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, എസ്പെഷ്യലി എക്കണോമിക് ആക്ടിവിറ്റീസ്, എന്ത് ചെയ്യുന്നു? അവര് ഡോമിനേറ്റ് ചെയ്യും. ഈ വെസ്റ്റേൺ പവേഴ്സ് ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ചൈനേനെ അവരെന്ത്, ചൈന വാസ് ഡിവൈഡഡ് ഇൻ ടു, ഐ ഡോണ്ട് നോ ഇഫ് യു കൻ സീ ദിസ്, the Western countries divided China into spheres of influence. Entire China was broken down into spheres, which suppose they'll say, oh, this is France's area, this is Belgium's area, this is Germany's area, this is Austria's area എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു. And ഈ റീജൻസിൽ എന്താ? They will have the right to build railways. They will have the right to work in mines. And then you can see examples where Germany, Russia, France and Britain got a lot of areas indirectly. വീണ്ടും എന്താ, ഇതൊന്നും അവരെ പേരിൽ എഴുതി കൊടുത്തില്ല, പക്ഷെ ഒട്ടുമിക്ക അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരായിരുന്നു? വാസ് ബീങ് കൺട്രോൾഡ് ബൈ ദി വെസ്റ്റേൺ പവേഴ്സ്.
ഓക്കെ, ഈ ഒരു സമയത്താണ് ഈ ലോകത്തെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്ന ഒരു കൺട്രി ഉണ്ട്. ഏത് കൺട്രി എന്ന് ഓർമ്മയുണ്ടോ? ബ്രിട്ടീഷുകാരല്ലാതെ ഒരു വേറൊരു കൺട്രി. ഗസ് ചെയ്യുന്നുണ്ടോ? അമേരിക്ക. അമേരിക്ക, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നമ്മൾ കണ്ട എന്താ, നമ്മുടെ 94-95 ആണ് വി ക്യാൻ സീ ദാറ്റ് ദി ചൈനീസ് ആൻഡ് ദി ജാപ്പനീസ് ആർ അറ്റ് വാർ, ആൻഡ് നൗ ചൈന ഹാസ് ടു പേ എ ലോട്ട് ഓഫ് മണി ടു ജപ്പാൻ, ആൻഡ് നൗ ചൈന ഈസ് ബീങ് സ്പ്ലിറ്റ് ഇൻ ടു ലോട്ട്സ് ഓഫ് സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. ഇല്ലേ, ബ്രിട്ടീഷുകാർ ഷെയർ എടുത്തു, ജർമ്മനി ഷെയർ എടുത്തു, ഫ്രാൻസ് ഷെയർ എടുത്തു, റഷ്യ ഷെയർ എടുത്തു, എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഒരാൾ ദൂരെ നോക്കുന്നുണ്ട്. എന്താ, ഇവർ പണ്ട് തൊട്ടേ ഇവരെന്ത് പറഞ്ഞു, ഇവരെല്ലാം ഡെമോക്രസിയുടെ ആൾക്കാരാണെന്ന് പണ്ടേ പറയുന്നുണ്ട്. ഫ്രീ ട്രേഡ്, ദാറ്റ് ഇസ് ട്രേഡ് വഴി വലുതായാൽ മാത്രം വലുതാവുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇടയ്ക്ക് ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ദി സ്പാനിഷ് അമേരിക്കൻ വാർ. ഈ സ്പാനിഷ് അമേരിക്കൻ വാറിന്റെ ഇവര് US ജയിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടിയ ഒരു ടെറിട്ടറി ഉണ്ട്. ഡു യു വോണ്ട് ടു ഗെസ് വാട്ട് ദ ടെറിട്ടറി ഈസ്? കോൾഡ് ദ ഫിലിപ്പൈൻസ്. ഇന്ന് നമ്മൾ കാണുന്ന ഫിലിപ്പീൻസ് ഇല്ലേ, ആ ഫിലിപ്പീൻസ് വാസ് ആക്ച്വലി അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി US. This happens in the year 1890. അപ്പൊ അവരെന്ത് പറഞ്ഞു, അപ്പോൾ USA ഫിലിപ്പീൻസ് വരെ എത്തിയിട്ട് അവർ മേളിലേക്ക് നോക്കും. ഇഫ് യു നോ ദി മാപ്പ്, ചൈന എങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഫിലിപ്പീൻസ് ഉണ്ട്, ഇവിടെ ആരെത്തി? USA എത്തി. And now they're looking at China. They know that all the Western powers are already in China. They also want to have a share, which is when they come with a policy known as the open door policy. എന്ത് ചെയ്യാം, നമുക്ക് ചൈനയെ കംപ്ലീറ്റ്ലി തുറന്നെടുക്കാം. ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ ചൈനയിൽ നമുക്ക് എന്താ, നിങ്ങൾ മാത്രമല്ല ആർക്ക് വേണമെങ്കിലും വന്ന് ട്രേഡ് ചെയ്യാൻ ഒന്ന് റൂൾ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ എന്ന് USA ആൾക്കാർ ചോദിച്ചു. ആൻഡ് ഹിസ് നെയിം വാസ്, പേര് നിങ്ങൾ പഠിക്കുന്ന ആവശ്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് പറയാൻ മാത്രമേ ഉള്ളൂ. ഹിസ് നെയിം വാസ് ജോൺ ഹേസ്. നമ്മൾ ഇന്ത്യയിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് എക്സ്റ്റേണൽ മിനിസ്റ്റർ എന്ന് പറയല്ലോ, അതേപോലെ USA ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ്, അറിയാർക്കെങ്കിലും, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ജോൺ ഹേസ് പറഞ്ഞു, എന്നാ പിന്നെ ചൈനയിലെ നമുക്കൊരു ഓപ്പൺ ഡോർ പോളിസി ഫോളോ ചെയ്തൂടെ എന്ന് പറഞ്ഞപ്പോൾ ആരും ഇതിനെ എതിർത്തില്ല. എതിർക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് ആര് വന്നു ഇവിടെ ചൈനയിൽ? അപ്പൊ US കൂടെ വന്നു. ഓക്കെ, അപ്പോൾ ഇമാജിൻ 1800s തുടങ്ങിയപ്പോ ഇവിടെ ഫോറിനേഴ്സ് ആരും ഇല്ല, ആകെയുള്ളത് ചൈനക്കാരും നല്ല റിച്ച് ആയ ചൈനീസ് ഇക്കോണമി, ചൈനയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സുഖമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ആൾക്കാര് 1890s അല്ലെങ്കിൽ 19th century ആവാറായി, let's say 1899, they feel like they have come under the direct control of so many Western countries. ഒരു കൺട്രി മാത്രമല്ല, ഇന്ത്യയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നെങ്കിൽ അവർ കുറെ ഇൻഫ്ലുവൻസ് പറഞ്ഞു. We were mostly under the direct control of one British. But imagine Chinese, they felt like they were under the control of so many Western powers. They didn't have just one Western colonial power. They were under the influence of the British, the French, the Germans, the even USA now, and then Russia.
അപ്പൊ എന്ത് പറ്റും? Generally, there is a lot of hatred rising within China against these powers. ഇല്ലേ? They feel like they have ചെറിയ സമയം കൊണ്ട് അവരെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു എന്ന് അവർ ബിലീവ് ചെയ്തു. അങ്ങനെ ഇരിക്കവെയാണ് 1899 there is something that we hear and it's called as the Boxer Rebellion. ബോക്സർ റിബല്യൻ എന്താണെന്ന് ആ സമയത്ത് ഒരു എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ആ സമയത്തെ രാജാവ്, ദ കിങ് വാസ് ആൻ ഇൻഫന്റ്. ഇൻഫന്റ് ആയിരുന്നുകൊണ്ട് ആ സമയത്ത് റീജന്റ് ആയിരുന്നു ഈ ഡോവെക്സർ ശിശി എന്ന് പറഞ്ഞ. അവരിങ്ങനെ there were a lot of secret societies who were trying to work against the British, against the Westerners. And ഒരു എക്സാമ്പിൾ ആണ് ഒരു ഹാർമോണിയസ് ഫിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹാർമോണിയസ് ഫിസ്റ്റ് കാണുന്നുണ്ട് എല്ലാവരും? ഹാർമോണിയസ് ഫിസ്റ്റ് പോലെ വേറെ കുറെ സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെയാണ് പുറത്തെ ആൾക്കാർ അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് ബോക്സേഴ്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ബോക്സേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ 8 യൂറോപ്യൻ കൺട്രീസിന്റെ ആൾക്കാരെ തടയാനും കൊല്ലാനും ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് അത് പേടിച്ചിട്ട് ഇവരെ കംപ്ലീറ്റ്ലി അടിച്ചമർത്തും. And then they realized that these boxers were also being supported by the then empress. ആ രാജ്യം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ വിട്ട് പുറത്തെ ആൾക്കാരെ ആക്രമിക്കുമ്പോൾ അവർ വെസ്റ്റ് പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല, നമ്മൾ ഇനിയും സാങ്ഷൻസ് കൊണ്ടുവരും. അങ്ങനെ ഒരുവിധം തളർന്നു കിടന്ന ചൈനയെ വീണ്ടും തളർത്തി അവര് അടുത്ത സാങ്ഷൻസ് കൊണ്ടുവന്നു ആഫ്റ്റർ ദി 1899 ബോക്സർ റിബല്യൻ. ഓക്കെ, അവിടെയാണ് അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ USA വന്നു. USA വന്ന് എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു ഓപ്പൺ ഡോർ പോളിസി വേണമെന്ന് പറഞ്ഞിരുന്നു. അർത്ഥം എന്താ? ഇറ്റ്സ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ദ Me Too പോളിസി. എന്താ? എനിക്കും കൂടെ തരൂ ചൈനയുടെ ഷെയർ എന്നാണ് USA ഉദ്ദേശിച്ചത്. അങ്ങനെ അപ്പം അതാണ് നിങ്ങൾ യു വിൽ സീ ദ സെന്റൻസ്. ദോ ചൈന വാസ് നോട്ട് കോൺകേർഡ്, ചൈന ആരും കോൺകർ ചെയ്തിട്ടില്ല. അതുപോലെ ചൈനയെ അങ്ങനെ പുറത്തെ ആൾക്കാർ അതുവരെ ഒക്യുപൈ ചെയ്തിട്ടില്ല. പക്ഷെ അത്രയും നാൾ നടന്ന, അല്ലെങ്കിൽ ഈ 1800s തൊട്ട് 1899 വരെ നടന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു? ചൈനയുടെ ഡെവലപ്മെന്റ്സിന്റെ അത് ഒരു കോളനി പോലെ തന്നെ ആയിരുന്നു അവർ ബിഹേവ് ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് ഇൻ എ ഫ്യൂ ഡെക്കേഡ്സ്, കുറച്ച് ഡെക്കേഡ്സ് കൊണ്ട് തന്നെ മാത്രം ചൈന ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് എൻ ഇന്റർനാഷണൽ കോളനി. ഒരു കൺട്രി അല്ല, ഇന്റർനാഷണൽ മോർ ദാൻ 8 കൺട്രീസിന്റെ ഒരു കോളനി ആയിട്ടാണ് ആര് മാറിയത്? ചൈന മാറിയത്. അതിനെ വിളിച്ച പേരാണ് കട്ടിംഗ് ഓഫ് ദ ചൈനീസ് മെലൺ. ഈ ഒരു പാഠം ഭയങ്കര ഫേമസ് ആണ്, കാണാം എല്ലാവർക്കും? ഇത് ആരൊക്കെയാണ് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Anyone? Okay, remind me, once we finish world history and IR, we'll come back to this picture. അന്ന് മനസ്സിലാവും നോക്കണം. ഗസ് ഉണ്ടോ? Do you want to guess? Anyone? ബ്രിട്ടീഷ് ക്വീൻ. ക്യൂൻ എലിസബത്ത് ഉണ്ടോ? ഏതോ ബ്രിട്ടീഷ് ക്വീൻ. ബ്രിട്ടീഷ് ക്വീൻ, യെസ്. ഓക്കെ, വേറെ? ഇതാരാ? ഈ പോയിന്റ് തൊപ്പിയുള്ള ആൾക്കാരാരാ? ജർമ്മനി. വിൽ സി. അത് പറഞ്ഞു, ഇതല്ലേ നമ്മൾ ഇനി വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പല പടങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഈ ഡെപ്പിക്ഷൻ എന്താണ്. ഓക്കെ, വിൽ കം ടു ദാറ്റ്, ഡോണ്ട് വറി. ഓക്കെ, so this is exactly what was going on, and they cut China
into a lot of small pieces. Right? Now, the rest we will take tomorrow, because ഇനി അടുത്ത പോർഷൻ എടുത്തു തുടങ്ങുകയാണെങ്കിൽ the thing is it has to continue. അപ്പം ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യും. നാളെ സെയിം ടൈമാണ്, 6 മണിക്ക് തന്നെയാണ്. ഓക്കെ, ഇതുവരെ പഠിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? Any doubts? Please ask. Okay. സർ, ഓപ്പിയം വാറിന്റെ ടൈമില് ഇന്ത്യയിലെ കോഡ്സിന്റെ കാര്യം ഒന്നും മെൻഷൻ ചെയ്തില്ലായിരുന്നു, ലിങ്ക് ആയിട്ട്, അതൊന്നുകൂടി പറയോ? ഓക്കെ. ഓപ്പിയം വാറിന്റെ സമയമല്ല, ഞാൻ കുറച്ചുകൂടെ മുന്നേ ആണ് അത് പറഞ്ഞത്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നമ്മൾ നേരത്തെ ജപ്പാന് പറഞ്ഞുകൊള്ളുന്നത്, ചൈനയും കുറെ നാൾ എന്തായിരുന്നു, ഫോളോയിങ് എ പോളിസി ഓഫ് ഐസൊലേഷൻ. അത് പുറത്തെ ആൾക്കാരൊന്നും സംസാരിക്കുന്നില്ല, എന്താ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുകയായിരുന്നു ചൈന ആ സമയത്ത്. പക്ഷെ പിന്നെ അതേസമയം പതുക്കെ അവർക്ക് ട്രേഡ് തുടങ്ങി. പക്ഷെ ട്രേഡ് തുടങ്ങിയപ്പോഴും അവർ എന്ത് ചെയ്തു, ട്രേഡ് പുറത്ത് സാധനം പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും വലിയ ട്രേഡ് ഒന്നുമില്ല, ആവശ്യമുള്ള ട്രേഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ യു വിൽ സീ, delete this. കാണാം, 1557 എന്ന് പറഞ്ഞ സമയം തൊട്ട് മിങ് ഡൈനാസ്റ്റി, ആ സമയത്ത് ഡൈനാസ്റ്റിയുടെ മിങ് ഡൈനാസ്റ്റി എന്ത് ചെയ്തു, ചൈനയുടെ മാരിടൈം ട്രേഡിനെ അവർ എക്സ്പാൻഡ് ചെയ്തു. കടൽ വഴിയുള്ള, സീ വഴിയുള്ള ട്രേഡ് അവർ എക്സ്പാൻഡ് ചെയ്തു. ഈ സീ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവരുടെ പർപ്പസ് എന്തായിരുന്നു, അവരുടെ മെയിൻ സാധനങ്ങളായ സിൽക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോർസലിൻ, ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവരെന്ത് സീ ട്രേഡ് കൂട്ടിയത്. അപ്പൊ കൂടുതൽ സ്ഥലങ്ങൾക്ക് പോകും, അപ്പൊ കൂടുതൽ കാശ് കിട്ടും, കൂടുതൽ ഫേമസ് ആവും, വീണ്ടും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് വരും, ഡിമാൻഡ് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വീണ്ടും ചോദിച്ചു തുടങ്ങും, അപ്പൊ കൂടുതൽ കാശ്. അപ്പൊ അങ്ങനെ ചൈനയുടെ മാരിടൈം ട്രേഡ് വളർത്താൻ വേണ്ടി മിങ് ഡൈനാസ്റ്റി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ഒന്ന് ചൈനയുടെ അകത്ത് തന്നെ എന്താ യൂറോപ്യന്മാരുടെ ആൾക്കാരുടെ പ്രസൻസ് കൂടി. സമ്മതിച്ചു, നിങ്ങൾ വന്ന് താമസിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്രയും നാൾ എന്തായിരുന്നു, അവര് സ്വന്തം കാര്യം, അതിൽ പുറത്തെ ആൾക്കാരൊന്നുമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്ന ആൾക്കാർ. ആ സമയത്ത് പുറത്ത് ഫോറിനേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻസ് ആയ ഫോറിനേഴ്സ് എല്ലാം വന്നു തുടങ്ങി. അതേപോലെ ഈ ചൈനീസ് മെർച്ചൻസ്, ദാറ്റ് ഇസ് ചൈനയിലെ മെർച്ചൻസ്, ട്രേഡേഴ്സ് എന്ത് ചെയ്തു, ദേ ഓൾസോ വെന്റ് ഔട്ട്. ചൈന നിൽക്കുക മാത്രമല്ല, ചൈനയിൽ നിന്ന് എല്ലാവരും പുറത്തു പോയി തുടങ്ങി. ഈ സമയത്തായിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മീഡിയവൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പല സമയത്തും നിങ്ങൾ ഒരു ടോപ്പിക് കാണും, നിങ്ങൾ പഠിക്കുമ്പോൾ കാണും, മീഡിയവൽ ഇന്ത്യൻ ഹിസ്റ്ററി. എന്താണ്, പല ഇന്ത്യൻ രാജാക്കന്മാരുടെ കോട്ടുകളിൽ യു വിൽ സീ ട്രാവലേഴ്സ് കമ്മിങ്. ആ ട്രാവലേഴ്സിലെ പല ട്രാവലേഴ്സും എന്തായിരിക്കും, ചൈനീസ് ആയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് കാരണം ഹിസ്റ്ററി, ഒരു മിനിറ്റോടോ, ഹിസ്റ്ററി ശരിക്കും പറഞ്ഞാൽ എന്താണ്, എല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ, ഇനി നാളെ നിങ്ങൾ മിഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ വെൻ യു റീഡ് അബൌട്ട് Chinese travelers coming into India, you will realize as to why they are coming here right now. Okay, ഈ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി മറക്കില്ല, ലിങ്ക് ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഹിസ്റ്ററി മറന്നു. ഓക്കെ, എന്താ ചോദിച്ചോടോ? സാർ, ഈ കട്ടിംഗ് ദ ചൈനീസ് മെലൺ എന്ന് പറഞ്ഞാൽ അതൊരു ഏർലിയർ അറ്റംപ്റ്റ് ഓഫ് ബാൽക്കനൈസേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷെ അവിടെയും ബാൽക്കനൈസേഷൻ പറയുമ്പോഴും അവിടെ ശരിക്കും പറഞ്ഞാൽ ചൈന എന്ന് പറഞ്ഞ ഒരു പീസിനെ ആൾക്കാർ മുറിച്ചെടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതിന്റെ അകത്ത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് ഇപ്പം സപ്പോസ് ഇപ്പം 4 ഏരിയ ഉണ്ട്, ഇവിടെ പറയുന്നത് ഇവിടെ റഷ്യക്കാര്, ഇവിടെ ബ്രിട്ടീഷുകാര്, ഇവിടെ ലെറ്റ്സ് സേ ജാപ്പനീസ്, ലെറ്റ്സ് സേ ഹിയർ വി ഹാവ് ഫ്രഞ്ച്.
ഇവർ ഇവിടെ അവർ കാര്യം നോക്കുന്നു എന്നല്ലാതെ ഇവർ തമ്മിലുള്ള അടിയില്ല. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊന്നും കോങ്കോഡോ ഒന്നും അല്ല. അപ്പൊ ഇവിടെ എന്താ വേറെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ഇല്ല. ആകെ ട്രേഡ് വഴി പൈസ ഊറ്റിക്കൊണ്ട് പോകുന്നത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ യു ക്യാൻ ഓൾസോ സേ ബാൽക്കനൈസേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാമെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. Because you will see that balkanization involves a lot more things. We will see. Okay, sir. Thank you. Okay. Yeah. വേറെ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? Okay. So yeah. So any doubts ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം. Okay. And നാളെ സെയിം ടൈം ആണ്, 6 മണിക്ക് തന്നെയാണ്. And see you guys tomorrow then. Right? Yeah. Thank you. Thank you, Good night.